രോഗികളും വയസ്സന്മാരില്ലാത്തവരൊക്കെ കയറിയിരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് വളരെ വേഗത്തിൽ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മളിൽ പലർക്കും പലപ്പോഴായി കേട്ട് മറന്നുപോയിട്ടുള്ളതോ അല്ലെങ്കിൽ പലപ്പോഴായി പഠിക്കുകയും അത്രയധികം പ്രാധാന്യം കൊടുക്കാതെ വിട്ടുപോയതോ ആയ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുക, അല്ലെങ്കിൽ ഒന്ന് ഓർമ്മ പുതുക്കുക, അല്ലെങ്കിൽ അതിന്റെ ഗൗരവം ഒന്നുകൂടെ സൂചിപ്പിക്കുക, ഉണർത്തുക എന്നത് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും ഈ ഒരു ചിത്തത്തിലൂടെ നമ്മുടെ ഈ വിഷയത്തിന്റെ പേര് പോലെ അള്ളാഹു തൃപ്തിപ്പെട്ടവരുടെ പ്രത്യേകതകൾ എന്നാണ് നമ്മൾ സംസാരിക്കുന്ന വിഷയം. ഈ പ്രത്യേകതകൾ ഈ സംസാരത്തിലൂടെ കൃത്യമായി മനസ്സിലാക്കുവാനും അങ്ങനെ അള്ളാഹു തൃപ്തിപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റം വരുത്തി അങ്ങനെ അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഈ ഇരുത്തത്തിലൂടെ സഹായിക്കുമാറാവട്ടെ. നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കരസ്ഥമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും എന്നെ ഇബാദത്ത് ചെയ്യാൻ, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹു തൃപ്തിപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യലാണ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, നമ്മുടെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് നമ്മുടെ ഈ ദുനിയാവിയായ ജീവിതത്തിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ അർഹരായി തീരുക, അതിന് പോകുന്നൊരു ജീവിതം ഇവിടെ ജീവിച്ച് മരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം. അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം. അപ്പൊ ഈ ഒരു ലക്ഷ്യം കൃത്യമായി അറിയുന്ന, ആ ലക്ഷ്യത്തിനു വേണ്ടി പരമാവധി പണിയെടുക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അസ്റിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു തരുന്നെന്താ? വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. വൽ അസ്ർ, അസ്ർ കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത്. വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു കാലത്തെ സത്യം ചെയ്തിട്ടാണ് പറയുന്നത്. അള്ളാഹുവിന്റെ എല്ലാ സംസാരങ്ങളും സത്യമാണ്. അങ്ങനെ എല്ലാ സംസാരങ്ങളും സത്യമായ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തൊരു കാര്യം പറയുന്നതിന് അത്രയധികം ഗൗരവമുണ്ട് എന്നർത്ഥം. അള്ളാഹു സത്യം ചെയ്തിട്ട് പറയുന്ന വിഷയം ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. തീർച്ചയായും സത്യം ചെയ്തതിനു ശേഷം ഉറപ്പിന്റെ മേൽ ഉറപ്പായിട്ട് ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യരെല്ലാവരും, മനുഷ്യരാശിയിലെ ഓരോരുത്തരും ലഫീ ഖുസ്ർ, നഷ്ടത്തിലാണെന്നല്ല, നഷ്ടത്തിൽ തന്നെയാണെന്നതാണ്. അപ്പോ 3 ഉറപ്പുകളാണ്. ഉറപ്പിന് മേൽ ഉറപ്പായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം മനുഷ്യവിഭാഗം, മനുഷ്യർ മൊത്തം നഷ്ടത്തിലാണ്, അതായത് നരകത്തിലാണെന്ന്. എന്നുവെച്ചാൽ എല്ലാ മനുഷ്യന്മാരും നരകത്തിലാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു. മനുഷ്യരുടെ റബ്ബായ, നരകത്തിന്റെ റബ്ബായ അള്ളാഹു നമ്മളെ അറിയിക്കുന്നത് എല്ലാ മനുഷ്യന്മാരും നരകത്തിലാണെന്ന്. പിന്നെ പറയണം ചില ആളുകൾ ഒഴിച്ച് എന്നുവെച്ചാൽ മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകളും നരകത്തിന്റെ വിറകുകളാണ്. അങ്ങനെ നരകത്തിൽപ്പെടാതെ, നരകത്തിന്റെ വിറകുകളായി തീരാതെ രക്ഷപ്പെടുന്ന വിഭാഗം ചെറിയൊരു വിഭാഗം. ആ ഒരു വിഭാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇന്ന നാട്ടുകാരാവണം, സൗദി അറേബ്യയിലെ ആളുകളാവണമെന്നോ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രമായ ഖുറൈശികളാകണമെന്നോ, അല്ലെങ്കിൽ അറബി സംസാരിക്കുന്ന ആളുകളാകണമെന്നോ, അല്ലെങ്കിൽ വെളുത്തവരാകണമെന്നോ, നീളമുള്ളവരാകണമെന്നോ, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് 4 ക്വാളിറ്റികളാണ്. ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവൻ അവൻ നരകത്തിൽ പ്രവേശിക്കേണ്ട അവനാവുകയില്ല. എന്നുവെച്ചാൽ അവൻ ഈ പറഞ്ഞതിൽ നിന്ന് അവൻ ഒഴിവാണ്. അവൻ വിജയിക്കാൻ സാധിക്കും, അവനെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഉള്ള 4 ക്വാളിറ്റികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ. ഒന്നാമത്തെ ക്വാളിറ്റി ഈമാൻ ഉണ്ടായിരിക്കാനുള്ള, ശരിയായ വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടായിരിക്കാന്നുള്ളത്. രണ്ടാമത്തത് വഅമിലു സ്വാലിഹാത്ത്, സ്വാലിഹായ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മൾക്ക് ഒരു കാര്യത്തിൽ ശരിയായ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ ആ കാര്യത്തെപ്പറ്റി ശരിയായ അറിവുണ്ടായിരിക്കണം. അള്ളാഹുവിനെ പറ്റി വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണമെങ്കിൽ അള്ളാഹുവിനെ പറ്റി അറിയേണ്ടതുപോലെ അറിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ശരിയായ രൂപത്തിൽ വിശ്വസിക്കണമെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ശരിയായ രൂപത്തിൽ അറിയണം. അതേപോലെ തന്നെ സ്വാലിഹായ അമലുകൾ പ്രവർത്തിക്കണം എന്നാ പറഞ്ഞു. അപ്പൊ ഒരു പ്രവർത്തനം സ്വാലിഹാണോ എന്ന് ആദ്യം അറിയണം. എന്നിട്ട് എന്ത് ചെയ്യണം? അത് പ്രവർത്തിക്കുമ്പോഴാണ് സ്വാലിഹായ പ്രവർത്തനം പ്രവർത്തിച്ചവനാവുക. അപ്പോ നമുക്ക് ഈമാൻ എന്നുള്ള നിബന്ധന പൂർത്തിയാക്കണമെങ്കിലും അമിലു സ്വാലിഹാത്ത് എന്നുള്ള നിബന്ധന പൂർത്തിയാക്കണമെങ്കിലും നമ്മൾക്ക് അറിവ് നിർബന്ധം. അറിവില്ലാത്തൊരുത്തൻ എന്നുവെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് ആര് പോവില്ല? ദീനിനെ സംബന്ധിച്ച് ഇൽമില്ലാത്തവന് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ സ്ഥാനമില്ല. ദീനിനെ പറ്റി ഒരു തരത്തിലുള്ള അടിസ്ഥാനപരമായ അറിവില്ലാത്തവന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിൽ അവന് യാതൊരു സ്ഥാനവുമില്ല. ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് അറിവാണ്. ഉണ്ടായിരിക്കാം. ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് നമുക്ക് ദീനിനെ സംബന്ധിച്ചുള്ള അറിവാണ്. ഈ അറിവ്, കൃത്യമായ അറിവ് നമ്മൾക്ക് ലഭിക്കുകയും ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? നമ്മൾക്ക് ഈ നരകത്തിൽ പെടാതെ രക്ഷപ്പെടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തി കരസ്ഥമാക്കിയ ആളുകളിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോ എന്തൊക്കെ അറിയണം? അറിവ് കരസ്ഥമാക്കണം എന്ന് പറഞ്ഞു. എന്തൊക്കെ അറിവുകളാണ് കരസ്ഥമാക്കേണ്ടത്? എല്ലാ അറിവും കരസ്ഥമാക്കാൻ ആണോ? എല്ലാ അറിവും കരസ്ഥമാക്കാൻ സാധിക്കുമോ? ഇല്ല. അറിവെന്നുള്ളത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല. അതിന്റെ എല്ലാ വശങ്ങളും പൂർണ്ണമായും മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് ഒരിക്കലും ഒരാൾക്കും സാധിക്കില്ല. ഒരു മനുഷ്യൻ ഇൽമു പഠിക്കാനായിട്ട് 1000 വർഷം അതിനുവേണ്ടി മാത്രം ഒഴിഞ്ഞിരുന്നാലും അവൻ ഇൽമിന്റെ എല്ലാ മേഖലകളും എല്ലാ വശങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് സാധിക്കുന്ന കാര്യമേ അല്ല. അപ്പൊ എന്ത് പഠിക്കണം, എത്ര പഠിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉത്തരം വളരെ വ്യക്തമാണ്. നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ആയത്തിൽ പറഞ്ഞ എന്താ? ഇന്നൽ ഇൻസാൻ ലഫീ ഖുസ്ർ എന്നുള്ള ആ നരകമാവുന്ന ഏറ്റവും വലിയ നഷ്ടത്തിൽ പെടാതിരിക്കാൻ വേണ്ട അറിവ്, ആ അറിവ് നമ്മൾ പഠിക്കണം. ഈ നമ്മുടെ ലക്ഷ്യം എന്താ? അള്ളാഹുവിന് തൃപ്തി കരസ്ഥമാക്കുകയും അങ്ങനെ നരകത്തിൽ പെടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് ഉതകുന്ന ആ അറിവ് നമ്മൾ പഠിച്ചിരിക്കൽ മുസ്ലിമായ പ്രായപൂർത്തിയെത്തിയ ഓരോ ആണിനും പെണ്ണിനും നിർബന്ധമാണ്. അപ്പൊ എന്താണ് ആ അറിവ്? അപ്പൊ അത് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട, അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണെന്ത്? നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ എന്നുള്ളത് ശ്രദ്ധിക്കണേ. നരകത്തിൽ പ്രവേശിക്കുന്ന, നഷ്ടം സംഭവിക്കുന്ന ആളുകൾ എന്നുള്ളത് അത് എല്ലാവരും ഒരേ തരക്കാരല്ല. എല്ലാവരും ഒരേ തരക്കാരല്ല. ചില ആളുകൾ നരകത്തിൽ പ്രവേശിച്ചാൽ അവൻ ഒരു കാലത്തും നരകത്തിന് പുറത്തു കിടക്കൂല. എത്ര കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞാലും അവൻ നരകത്തിൽ തന്നെയായിരിക്കും. അതാണ് ഏറ്റവും വലിയ നഷ്ടം. അതാണ് യഥാർത്ഥ നഷ്ടം. പിന്നെ ചില ആളുകൾ അവൻ
നരകത്തിൽ പ്രവേശിച്ചാൽ കഠിനമായ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും ഒരുപാട് വർഷം അവിടെ കിടക്കേണ്ടി വന്നാലും അവൻ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്ന ആളുകളുണ്ട്. വേറെ ചില ആളുകൾ നരകത്തിൽ ജസ്റ്റ് ഒന്ന് കയറുകയും അല്ലെങ്കിൽ ചിലത് കയറാനാവുകയും എന്നിട്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് പോവുകയും അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും, മറ്റു ചിലർ നരകത്തിന്റെ അടുത്തുകൂടെ പോകാതെ നേരെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വേറെ ചില ആളുകളൊക്കെ ഉണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിൽ ആളുകളായി തീരുന്നതിന് എന്തെന്ത് കാരണം കൊണ്ടാണ് ഈ നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ നരകത്തിൽ പ്രവേശിക്കുന്നത്, അതിനവരെ അർഹരാക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് പഠിച്ചിരിക്കൽ നമ്മൾക്ക് നിർബന്ധം. എന്തിനു വേണ്ടിയിട്ടാണ് നരകക്കാർ നരകത്തിൽ പോകുന്നത്, എന്തിനാണെന്ന് പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? നമ്മൾക്ക് ആ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുകയും അങ്ങനെ നമ്മൾ നരകത്തിൽ ഒരിക്കൽ പെടാതിരിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മുന്നിൽ വരുന്ന വിഷയമാണ് എന്ത്? 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായിട്ട് അതിൽ നിന്ന് തൗബ ചെയ്യാതെ, അതിൽ നിന്ന് വിട്ടുക മാറാതെ, അതിൽ തുടർന്നു കൊണ്ടായിരിക്കെ ഒരുത്തൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ കാലാകാലം ശാശ്വതനായിരിക്കും. ഒരു കാലത്തും നരകത്തിൽ അവൻ പുറത്തു കടക്കാത്ത 3 കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളിലുണ്ടെങ്കിൽ അവൻ നരകത്തിന്റെ വിറകാണ്. അവനിൽ വേറെ എന്തൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ വിഷയമല്ല. അവനിൽ ഈ 3-ൽ കാര്യം ഉണ്ടെങ്കിൽ അവൻ നരകത്തിൽ ശാശ്വതനാണ്. അവൻ ഒരിക്കലും ഒരു കാലത്തും നരകത്തിന് പുറത്തു കടക്കാനോ സ്വർഗത്തിൽ പ്രവേശിക്കാനോ സാധിക്കില്ല. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? ആരെ പറയാം? ഒരാളെ നരകത്തിൽ ശാശ്വതനാക്കുന്ന 3 കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമുക്ക് പറയാൻ സാധിക്കണം. ഒന്നാമത്തത് വലിയ ശിർക്കാണ്. വലിയ ശിർക്കാണ്. രണ്ടാമത്തേത് വലിയ കുഫറാണ്. മൂന്നാമത്തേത് വലിയ നിഫാഖാണ്. ഈ വലിയ നിഫാഖ് എന്നുള്ളത് നമ്മൾ പിന്നീട് പറയാം. അത് കുഫർ പോലെ തന്നെയാണ് പ്രത്യക്ഷത്തിൽ. അതുകൊണ്ടത് പ്രത്യേകം നമ്മൾ ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത് പുറമേക്ക് നടിക്കുന്നതും അങ്ങനെ മുനാഫിക്കുകളെ നമുക്കറിയാലോ. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറമേക്ക് കാണിക്കുന്നത് ഉള്ളിൽ കുഫറായിരിക്കും, പുറമേക്ക് ഒരു ഇസ്ലാം കാണിക്കുകയും ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കത് പ്രത്യേകത വീണ്ടും എടുത്ത് പഠിക്കേണ്ട ആവശ്യകത കുറവാണ്. അത് പിന്നീട് പഠിക്കണം. പക്ഷെ നമുക്കിവിടെ ചെറിയൊരു സമയമായതുകൊണ്ട് വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നത് കൊണ്ട് നമ്മളിവിടെ അതെന്ത് ചെയ്യുന്നില്ല, നിഫാഖിനെ സംബന്ധിച്ച് പറയുന്നില്ല. അത് നമുക്ക് എന്ത് മതിയാവും? കുഫറിനെ സംബന്ധിച്ച് പഠിച്ചാൽ മതിയാവും. ഈ ശിർക്കും കുഫറും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ദീനിൽ ഒരാളെ ദീനിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും കൂടെ മൊത്തത്തിൽ പറയുന്ന പേരാണെന്ത്? കുഫർ എന്നുള്ളത്. ശ്രദ്ധിക്കണേ. ഒരാളെ മുസ്ലിം അല്ലാതാക്കുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒറ്റ വാക്കിൽ പറയുന്ന പേരാണ് കുഫർ എന്നുള്ളത്. ആ കുഫറിൽ ഏറ്റവും വലിയ ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ് എന്ത്? ഷിർക്ക്. പക്ഷെ ഷിർക്ക് കുഫർ എന്നുള്ളത് വലിയൊരു വൃത്തവും അതിനുള്ളിൽ വലിയ പ്രധാനപ്പെട്ട മറ്റൊരു വൃത്തമാണെന്ത്? ഷിർക്ക്. അപ്പൊ ഇസ്ലാമിന് പുറത്തേക്ക് ഒരു വ്യക്തിയെ എത്തിക്കുന്ന കാര്യങ്ങൾക്കാണ് എന്ത് പറയാം? കുഫർ എന്ന് പറയാം. അപ്പൊ ഈ വലിയ കുഫർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ അപകടം നമുക്ക് പലപ്പോഴും ഷിർക്കിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷിർക്ക് എന്താണെന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതിന്റെ പല ഉദാഹരണങ്ങൾ നമ്മളൊക്കെ അതിനെ സംബന്ധിച്ച് ജാഗരൂകരാണ്. നമ്മൾ അതിനെപ്പറ്റി ജാഗ്രത പാലിക്കാറുണ്ട്. അതിനെ തൊട്ട് താക്കീത് ചെയ്യാറൊക്കെ നമുക്ക് അതിനെ പറ്റിയൊക്കെ നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അൽഹംദുലില്ലാഹ്, അത് വലിയ ഖൈർ തന്നെയാണ്. കാരണം ഏറ്റവും വലിയ അപകടത്തെ സംബന്ധിച്ച് നമ്മൾ ബോധവാന്മാരാണ്. പക്ഷേ വിഷയം എന്താന്ന് വെച്ചാൽ അത് മാത്രം പോരാന്നുള്ളതാണ്. അത് മാത്രം പോരാ. കാരണം നമ്മുടെ ദീനിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്ന വലിയ ഒരുപാട് അപകടം പിടിച്ച കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടൊരു കാര്യം മാത്രമാണ് എന്ത്? ഷിർക്ക്. വേറെയും പല കാര്യങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമുക്ക് ഷിർക്ക് എന്താ നമ്മൾ ചോദിച്ചാൽ നമുക്ക് എന്താ എളുപ്പത്തിൽ പറയാൻ പറ്റെന്താ?
അള്ളാഹുവിന് കൊടുക്കേണ്ടത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കാം. അതാണ് ചുരുക്കത്തിൽ എന്ത് ശിർക്ക്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക്, അതാരായിക്കോട്ടെ, മലക്കായിക്കോട്ടെ, നബി ആയിക്കോട്ടെ, വലിയ ആയിക്കോട്ടെ, മരിച്ച് മറമാടപ്പെട്ട ആളായി ജീവിച്ചിരിക്കുന്ന ആളായിക്കോട്ടെ, ആരാണെങ്കിലും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യം അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കാം. അതിനാണ് എന്ത് പറയാ, ശിർക്ക് എന്ന് പറയാം. ഏതുപോലെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യമാണ് എന്ത്, ഇബാദത്തുകൾ എന്നുള്ളത്. ഇബാദത്ത് എല്ലാം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹുവിന് പുറമെ മറ്റൊരാളെ വിളിച്ച് പ്രാർത്ഥിക്കാം. പ്രയാസഘട്ടങ്ങൾ കുടുങ്ങിപ്പോകുമ്പോ റബ്ബേന്ന് വിളിക്കുന്നതിന് പകരം വേറെ ഏതെങ്കിലും ഒരാളുടെ പേര് നമ്മുടെ വായിൽ വരികയാണെങ്കിൽ അത് ശിർക്കാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു ഹൈറ് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ, അല്ലെങ്കിൽ അവനിൽ നിന്ന് പ്രതീക്ഷ വെക്കും നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുകയും അവൻ നമ്മുടെ ഇബാദത്തുകൾ ചെയ്യും. അങ്ങനെ നമ്മൾക്ക് റബ്ബിനെ പറ്റി പ്രതീക്ഷകൾ ഹൃദയത്തിലുള്ളതുപോലെ വേറെ ആരെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ആ സ്ഥാനത്തിരുത്തുകയാണ്. ഇന്ന വ്യക്തി എന്നെ എന്ത് ചെയ്യും, നരകത്തിൽ പോവാതെ എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തും, ആ വ്യക്തി ഞാൻ നരകത്തിൽ പോകാൻ അർഹനാണെങ്കിൽ എന്നെ എങ്ങനെയെങ്കിലൊക്കെ എന്നെ കൈപിടിച്ചെന്ത് ചെയ്യും സ്വർഗത്തിൽ. ഇങ്ങനെ ഈ രൂപത്തിൽ റബ്ബിൽ വെക്കേണ്ട പ്രതീക്ഷകൾ മറ്റൊരാളിൽ വെക്കലും, ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന് കൊടുക്കേണ്ടത്, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത് മറ്റൊരാൾക്ക് നൽകാനാണെന്ത് ശിർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പലപ്പോഴും അതിന്റെ വിശദാംശങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പോരാ, അത് മതിയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ അതിനെ പറ്റി അടിസ്ഥാനമെങ്കിലും നമ്മൾ മനസ്സിലാക്കിയവരാണ്, അൽഹംദുലില്ലാ. പക്ഷെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലാത്തൊരു ഭാഗമാണ് എന്ത്, കുഫറിന്റെ വിഷയം എന്നുള്ളത്. ഇതാണെങ്കിലോ ഈ ശിർക്ക് പോലെയല്ല. കുഫർ എന്ന് പറയുന്നത് സംസാരം കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ മാത്രമല്ല ഒരാൾ കാഫറായി പോവാ. വിശ്വാസം കൊണ്ട് കാഫറായി പോവും, സംശയം വന്നാൽ കാഫറായി പോവും. അതുപോലെ ഇങ്ങനെ പല തരത്തിൽ പല രൂപത്തിലാണ് എന്ത് വരിക, ഒരാൾ ദീനിൽ നിന്ന് ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോവാ. ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് ഒരാൾ പുറത്തു പോവുക പല തരത്തിലാണ്. ഇപ്പോ വിശ്വാസം കൊണ്ട് പുറത്തു പോകുന്നതിന്റെ ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ശിർക്കിന്റെ വിഷയം തന്നെ. അള്ളാഹുവിന് ഒരു പങ്കുകാരനുണ്ടെന്ന് വിശ്വസിക്കാം, അള്ളാഹുവിന് പങ്കുകാരനുണ്ട് എന്ന് വിശ്വസിക്കാം. എന്ന് വെച്ചാല് ഇപ്പോ നമ്മുടെ നാട്ടില് മുസ്ലിം നാമധാരികളായിട്ടുള്ള പല ആളുകൾ പോലും അള്ളാഹുവിന് മാത്രമായിട്ടുള്ള പല വിഷയങ്ങളിലും അള്ളാഹുവിന് പങ്കുകാരുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ശ്രദ്ധിക്കണേ, മറ്റു കുഫാറുകളല്ല ഞാൻ പറയുന്നത്. മുസ്ലിം നാമധാരികളായിട്ടുള്ള പല ആളുകൾക്ക് പോലും അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ അള്ളാഹുവിന് പങ്കുകാരുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ പല വാഹനങ്ങളിലും എന്ത് ചെയ്യാൻ സാധിക്കും, ഖുതുബുസ്സമാൻ എന്ന് പേരെഴുതിയത് കാണാൻ സാധിക്കും. പല വാഹനങ്ങളുടെയും അല്ലെങ്കിൽ പല വീടുകളുടെയും മുമ്പിലും അല്ലെങ്കിൽ വാഹനങ്ങളിലൊക്കെ ആയിട്ട് ഖുതുബുസ്സമാൻ എന്ന് പേരെഴുതിയതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താ, ഇവിടെ ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം ഈ കാലഘട്ടത്തിൽ അത് ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തി എന്നാണ് അർത്ഥം. ശ്രദ്ധിക്കണേ, ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തി എന്നാണ് അതിന്റെ എന്തിന്റെ അർത്ഥം, ഖുതുബുസ്സമാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഖുതുബുസ്സമാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ്. അത് ഈ കാലഘട്ടത്തിൽ ആരാണ് പോലും, CM മടവൂര്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ആ വ്യക്തി CM മടവൂരെ എന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ പോലും, CM മടവൂരിന് വേണ്ടിയിട്ടുള്ള ശിർക്കായ തരത്തിലുള്ള മറ്റു വിഭാഗത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവിടെ ആ വിശ്വാസം വിശ്വസിക്കുമ്പോഴേക്ക് അവൻ എന്തായി, അവൻ ദീനിൽ നിന്നെന്തായി, ഇസ്ലാമിൽ നിന്ന് കുഫറിലേക്ക് എത്തി. ശ്രദ്ധിക്കണം, അവിടെ അങ്ങനെ ഒരു വിശ്വാസം വിശ്വസിക്കുമ്പോഴേക്കും അവൻ ഇസ്ലാമിൽ നിന്നെന്തായി, കുഫറിലേക്ക് എത്തി. അള്ളാഹുവിന് മാത്രം അവന്റെ മാത്രം അവകാശപ്പെട്ട അല്ലെങ്കിൽ അവൻ മാത്രം അവന്റെ പ്രത്യേകതയെ പഠിപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാണെന്ത്,
എല്ലാത്തിലും കൈകാര്യകർത്തൃത്വം, എല്ലാം നിയന്ത്രിക്കാന്നുള്ളത്, എല്ലാത്തിന്റെയും ഉടമസ്ഥാവകാശം എന്നുള്ളത് അള്ളാഹുവിന് മാത്രം പ്രത്യേകതയാണ്. അതിൽ മറ്റൊരാൾക്ക് അവകാശമുണ്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പങ്കുണ്ട് വലൈക്കും സലാം എന്ന് വിശ്വസിക്കുന്നത് ശ്രദ്ധിക്കണേ. ഇതൊക്കെ വിശ്വാസമാണ്. ഈ വിശ്വാസം ഹൃദയത്തിൽ വന്നു വരുമ്പോഴേക്ക് എന്തായി, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അത്രയും ഗൗരവമുള്ള വിഷയം, അത്രയും ഗൗരവമുള്ള വിഷയം. അള്ളാഹുവിന് മാത്രമുള്ള വിഷയങ്ങൾ, കാര്യങ്ങൾ, പ്രത്യേകതകൾ അത് അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് ഉണ്ടെന്ന് വിശ്വസിച്ചാൽ തന്നെ എന്തായി, അത് ശിർക്കായി. അതുപോലെ തന്നെ അവൻ എന്തായി, ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അത് ഗൗരവമുള്ള വിഷയം. അള്ളാഹുവിന് മാത്രമുള്ള കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കണം. അള്ളാഹുവിന് മാത്രമുള്ള കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കണം. ഒക്കെ പോട്ടെ, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ദഅവത്ത് നടത്തിയപ്പോൾ അതിന് എതിര് നിന്നുകൊണ്ട് ശത്രുപക്ഷത്ത് നിന്ന ആ മക്കാ മുശ്രിക്കീങ്ങൾ, ബദ്ർ മുഹദൊക്കെ ചെയ്ത ആ മക്കാ മുശ്രിക്കീങ്ങൾ പോലും ഇതിനേക്കാൾ നല്ല അവസ്ഥയിലായിരുന്നു. ആ മക്കാ മുശ്രിക്കീങ്ങൾ, അബൂജഹലും അബൂലഹബൊക്കെ അടങ്ങുന്ന ആ മക്കാ മുശ്രിക്കുകളോട് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന വേറെ ഏതെങ്കിലും കുത്തുബുണ്ടോ, ഏതെങ്കിലും വലിയുണ്ടോ എന്ന് ചോദിച്ചാൽ അവര് എല്ലാവരും ഒരു സംശയം കൂടാതെ പറയും ഒരാളും ഇല്ല എന്ന് പറയും. ഇതിലെല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് അള്ളാഹു മാത്രമാണെന്ന് അവർ പറയും. അതിനേക്കാൾ മോശമായി അബൂജഹലിന്റെ അത്ര പോലും അള്ളാഹുവിനെ പറ്റി ശരിയായ വിശ്വാസം പാലിക്കാൻ സാധിക്കാത്ത ഒരു മുസ്ലിം നാമധാരിയോ? അത്ഭുതം തന്നെയാണ്. അത് അത്ഭുതം തന്നെയാണ്. അങ്ങനെ ഒരിക്കലും നമുക്ക് എന്തുണ്ടാവാൻ പാടില്ല, അള്ളാഹുവിനെ പറ്റി തെറ്റായ തെറ്റിദ്ധാരണകൾ വെച്ചു പുലർത്തുന്ന ഒരവസ്ഥ നമുക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? നമുക്ക് അതിനാണ് ഖുർആൻ ഇറക്കി തന്നത്, അള്ളാഹിനെ മനസ്സിലാക്കാൻ. പക്ഷെ ഖുർആൻ ഓതിക്കൊണ്ട് അള്ളാഹുവിനെ അറിയുന്ന എത്ര ആളുകളുണ്ട്? ഒരു ദിവസം ഒരു ജുസ് കൂടുതൽ ഓതിയുണ്ട് കുറച്ച് കൂടുതൽ അള്ളാഹുവിനെ മനസ്സിലാക്കി എന്ന് പറയാൻ പറ്റുന്ന എത്ര ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തില്? എത്ര ആൾക്ക് പറയാൻ സാധിക്കും? ഞാൻ ഖുർആൻ മൊത്തം ബഖറ മുതൽ നാസ് വരെ ഓതിയതാണ്, അപ്പൊ എനിക്ക് നിങ്ങളെക്കാൾ അള്ളാഹുവിനെ എനിക്ക് നന്നായി അറിയാം എന്ന് പറയാൻ സാധിക്കുന്ന എത്ര ആളുകളുണ്ട്? നമുക്ക് ഖുർആൻ ഇറക്കി തന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നും അള്ളാഹുവിനെ അടുത്തറിയുക എന്നതാണ് ഖുർആനിലൂടെ. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല? നമുക്ക് എന്തെങ്കിലും ഇന്റർവ്യൂ വരുമ്പോൾ ചാടിക്കയറി 2 ആഴ്ച കൊണ്ട് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ നമുക്ക് യാതൊരു മടിയില്ല, പഠിച്ചെടുക്കും, ഒരു ബുദ്ധിമുട്ടില്ല. ഇംഗ്ലീഷുകാരെക്കാൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മൾ മികവുള്ളവരായിത്തീരും. എന്നാൽ നമ്മുടെ റബ്ബിനെ നമുക്കെല്ലാം തന്ന, നമ്മളെ നന്നാക്കിയ, നമുക്കെല്ലാം എല്ലാ അനുഗ്രഹം നവാബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ട് അതൊക്കെ റബ്ബിൽ നിന്നാണ്. ആ റബ്ബിനെ അടുത്തറിയാൻ ഒരു ചെറിയൊരു ഭാഷയുടെ ചെറിയ അടിസ്ഥാനങ്ങൾ പഠിക്കാൻ വിളിച്ചാൽ ആർക്കും അവിടെ എന്തില്ല, സമയമില്ല. ജോലി തിരക്ക്, മറ്റ് പ്രയാസങ്ങള്, പ്രാരാബ്ദങ്ങള്. നമ്മൾ ശ്രദ്ധിക്കണത് നമുക്ക് അറബി ഇത്രയും സിമ്പിളായിട്ട് അടിസ്ഥാനങ്ങൾ പഠിച്ചെടുക്കാൻ സാധിക്കുന്ന മറ്റൊരു ഭാഷയില്ല. ഇംഗ്ലീഷ് ഭാഷന്റെ അവസ്ഥ എന്താണ്? ഞാനത് സമയം കുറവായതുകൊണ്ടാണ്. അതിൽ ഓരോ വാക്കുകളും ഓരോ വിഷയങ്ങളൊക്കെ പഠിച്ചെടുക്കുന്ന അതിന്റെ എന്താ പറയാ 10-1 പോലും പ്രയാസമില്ല അറബി ഭാഷ പഠിച്ചെടുക്കാൻ. അത്രയും സിമ്പിളായിട്ടുള്ള ഭാഷയാണ്. ഈ ഭാഷ പഠിച്ചെടുത്താൽ നമുക്ക് ഖുർആൻ കൊണ്ടുവന്ന് കിട്ടുന്ന ഉപകാരങ്ങൾ അത് ചില്ലറയൊന്നുമല്ല. ഒക്കെ പോട്ടെ, അള്ളാഹുവിനെ അടുത്തറിയാന്നുള്ളതിനെ ആ ഒരു ഗുണം മാത്രം നമ്മൾ മുന്നിൽ വെച്ചാൽ എന്തുകൊണ്ട് അറബി ഭാഷ പഠിക്കുന്ന നമുക്ക് ലാഭം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്തരം തെറ്റിദ്ധാരണകൾ റബ്ബിനെ പറ്റി മാറ്റാൻ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഖുർആൻ പാരായണം. പക്ഷെ അർത്ഥം അറിഞ്ഞ് ഓതണം മാത്രം. അർത്ഥം അറിഞ്ഞ് പാരായണം ചെയ്യാൻ സാധിക്കണം. അർത്ഥം അറിഞ്ഞ് ഖുർആൻ പാരായണം ചെയ്യുന്ന ഓരോരുത്തരും അള്ളാഹുവിനെ പറ്റി ഈ തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഒരിക്കലും വെച്ചു പുലർത്താൻ സാധിക്കില്ല. ഒരിക്കലും സാധിക്കില്ല. കാരണം അത്രയധികം ഖുർആനിന്റെ ആദ്യാവസാനം തൗഹീദാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ തൗഹീദാണ്. തൗഹീദിനെ ചുറ്റിപ്പറ്റിച്ചാണ് മൊത്തം എല്ലാ കാര്യങ്ങളും, ഓരോ വിഷയങ്ങളും ഒക്കെ വരുന്നത്. ഇടയിൽ ചില ഹറാമ് ഹലാലുകൾ വരുന്നല്ലാതെ ഖുർആനിൽ മൊത്തം ഹറാമ് ഹലാലുകളാണോ? അല്ല. എന്തുകൊണ്ടാണ്?
ഖുർആനിന്റെ ഇറക്കപ്പെട്ടതിന്റെ പ്രധാന ഉദ്ദേശം ഹറാം ഹലാലുകൾ മാത്രം വ്യക്തമാക്കുക എന്നുള്ളതല്ല, മറിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസവും പരലോകത്തെ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഖുർആൻ കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെ നമ്മളെ സഹായിക്കുന്ന മറ്റു കാര്യങ്ങളാണ് എന്ത് ഹറാം ഹലാലുകൾ എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആനിന്റെ അർത്ഥം അത് ഈ സാന്ദർഭികമായി സൂചിപ്പിച്ചു മാത്രം. നമ്മൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്ന കാര്യമാണ് അറബി ഭാഷ പഠനമെങ്കിൽ നമ്മളത് പഠിക്കേണ്ട സമയം എപ്പോഴോ അതിക്രമിച്ചു. നമ്മൾ എന്തൊക്കെ പഠിച്ചു, നമുക്ക് ദുനിയാവിൽ എന്തൊക്കെ അറിയാം, എന്തെല്ലാം അറിയാം. ഓരോ നാട്ടിലെ നമുക്കൊന്നും ഒരിക്കലും പോകേണ്ട ആവശ്യമില്ലാത്ത ഏതൊക്കെയോ നാടുകളുടെ സ്ഥലങ്ങൾ അറിയാം. ഒരുപാട് സൗകര്യങ്ങളുടെ ആർഭാടങ്ങളുടെയും കാറുകളുടെയും ബൈക്കുകളുടെയും ഇങ്ങനെ ഇല്ലാത്തതൊക്കെ ഇതിന്റെ ഓരോ ഫീച്ചേഴ്സും അതിന്റെ ഓരോ ഫെസിലിറ്റീസും ഇതൊക്കെ എല്ലാം ദുനിയാവിന്റെ ഒരു കാര്യവും നമുക്ക് അറിയാത്തുണ്ടാവില്ല ചിലപ്പോ. പക്ഷെ ഈ ഒരു ഭാഷ കേവലം ചെറിയൊരു വളരെ സിമ്പിളായി പഠിച്ചെടുക്കാൻ സാധിക്കുന്ന കുറച്ച് ദിവസങ്ങൾ മാത്രം വേണ്ടി വരുന്ന ഒരു ഭാഷ പഠിച്ചെടുക്കാൻ അത് നമുക്ക് നമ്മുടെ ആഖിറത്തിന് ഉപകാരപ്പെടുന്നതാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? നമ്മൾ ചിന്തിക്കണം. അത് നമ്മുടെ ഈമാനിന്റെ കുറവിനെയാണ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണെന്ത്? അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം ഹലാലാണെന്ന് വിശ്വസിക്കാം. ശ്രദ്ധിക്കണേ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എനിക്കും നമ്മളെല്ലാവരുടെ ജീവിതത്തിൽ പല ഹറാമുകൾ പലപ്പോഴേ പറ്റിപ്പോകുന്നുണ്ട്. ഇവിടെ പറയുന്ന വിഷയം അതല്ല. നമ്മുടെ ജീവിതത്തിൽ ഹറാമുകൾ വന്നു പോകുന്ന വിഷയമല്ല നമ്മൾ പറയും. നമ്മൾക്ക് അത് ഹറാമാണ്, റബ്ബ് ഹറാമാക്കിയതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളത് ഹലാലാണെന്ന് വിശ്വസിക്കുക. നമ്മളത് ഹലാലാണ് എന്ന് വിശ്വസിക്കുന്നത് അതെന്താണ്? ഇതുപോലെ ഒരു മനുഷ്യനെ ഈമാനിൽ നിന്ന് കുഫറിലേക്ക് എത്തിക്കുന്ന കാര്യം. നമുക്ക് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ലാത്ത, മറിച്ച് അള്ളാഹു ഒരു കാര്യം ഹലാലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഹലാലാണെന്ന് തന്നെ വിശ്വസിക്കണം. നമുക്കത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും അള്ളാഹു ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഹറാമാണെന്ന് തന്നെ വിശ്വസിക്കണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് ഒഴിവാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും അത് നിർബന്ധമാണ്. നമ്മുടെ ഈമാനെ സംരക്ഷിക്കാൻ അത് നിർബന്ധമാണ്. നമുക്കൊരു ഹറാമിനെ പോലും അള്ളാഹു ഹറാമാക്കിയതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമുക്കത് ഹലാലാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് പാടില്ല. ഒരു മുഅ്മിൻ നമ്മുടെ ജീവിതത്തിൽ അത് പറ്റിപ്പോകുന്നത് വേറെ വിഷയം. അത് സ്വാഭാവിക മനുഷ്യന്മാരാവുമ്പോൾ എന്ത് ചെയ്യും? പറ്റണം എന്നല്ല, പ്രോത്സാഹിപ്പിക്കുകയല്ല, മറിച്ച് പറ്റാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം. പക്ഷെ എന്നാലും പറ്റിപ്പോകാം, അത് വേറെ വിഷയം. അപ്പോഴൊക്കെ നമ്മൾ തൗബ ചെയ്യാണ് വേണ്ടത്. പക്ഷെ അതേസമയം ഒരു ഹറാമിനെ ഹലാലാണെന്ന് നമ്മൾ മനസ്സുകൊണ്ട് വിശ്വസിക്കുന്നത് വളരെ ഗൗരവമുള്ള വിഷയം, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഒരിക്കലും നമ്മുടെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ സംസാരം കൊണ്ട് കുഫറിലേക്ക് എത്തിക്കുന്ന പല കാര്യങ്ങളുണ്ട്. സംസാരം കൊണ്ട് കുഫറിലേക്ക് എത്തിക്കുന്ന, ഈമാനിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണെന്ത്? ദീനിന്റെ അടയാളങ്ങളെ പരിഹസിക്കുക, കളിയാക്കുക എന്നുള്ളത്. ദീനിന്റെ അടയാളങ്ങളെ, അള്ളാഹുവിനെയോ അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലെങ്കിൽ ഖുർആനിനെയോ അല്ലെങ്കിൽ ദീനിൽ വ്യക്തമായി പരാമർശിക്കപ്പെട്ടുള്ള വിധിവിലക്കുകളെയോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ പൊതുവായി കൊണ്ടു നടക്കുന്ന ദീനിന്റെ പ്രത്യക്ഷമായ അടയാളങ്ങളെയോ ഇതിലേതെങ്കിലും ഒന്നിനെ പരിഹസിക്കുക, കളിയാക്കുക എന്നുള്ളത് അത് ഒരു വ്യക്തിയെ ഈമാനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യം. ദീനിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്ന വിഷയം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ സ്വഹാബത്തിനെ പറ്റി മുനാഫിക്കുകൾ എന്ത് പറഞ്ഞു? തീറ്റക്കൊതിയന്മാരാണ് അവർ, ഇവരെ പോലെ തീറ്റക്കൊതിയന്മാരായ ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഇവരെ പോലെ പേടിത്തൊണ്ടന്മാരായ ആളുകൾ ഞങ്ങൾ കണ്ടിട്ട്. ഈ രൂപത്തിൽ സ്വഹാബത്തിനെ പറ്റി മോശമായി ഇല്ലാത്ത കാര്യങ്ങൾ അവര് മുനാഫിക്കുകൾ പറഞ്ഞപ്പോ ഉടനെ ഇവിടെ എന്ത് സ്വഹാബത്തിന് ഞങ്ങൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു കൊടുത്ത് ഇവർ പോകുമ്പോഴേക്കും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്?
ആ വിഷയത്തിൽ വഹി എത്തിയിട്ടുണ്ട്. അള്ളാഹു അത് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? അവർക്ക് ആ സമയത്ത് ഇറങ്ങിയ ആയത്ത് ഏതാ? ഖുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അവന്റെ ആയത്തുകളെയാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? പിന്നെന്താ പറഞ്ഞത്? ലാ തഅ്തദിറു, നിങ്ങൾ ഒഴികഴിവ് പറയണ്ട. അത് കഫർത്തും ബഅദ ഈമാനിക്കും, നിങ്ങൾ എന്തായി? നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ എന്തായി? നിങ്ങൾ കാഫറായി കഴിഞ്ഞിരിക്കുന്നു എന്നവരോട് പറയാനാണ് അള്ളാഹു കൽപ്പിച്ചത്. അപ്പോ ഒരു വ്യക്തി അങ്ങനെ സംസാരിക്കുന്നുണ്ടെന്നുള്ള അവന്റെ ഹൃദയത്തിൽ ഈമാനില്ല എന്നുള്ളതിന്റെ അടയാളം. ഒരു കാര്യം അത് അള്ളാഹു പഠിപ്പിച്ചതാണ്, ദീനിലുള്ളതാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നതാണ് എന്ന് മനസ്സിലായിട്ടും ഒരു വ്യക്തി അതിനെ പരിഹസിക്കുകയും കളിയാക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഈമാനില്ല എന്നറിയിക്കുന്ന കാര്യമാണ്. അവൻ ആ പ്രവർത്തനം കൊണ്ട് എന്ത് ചെയ്യും? അവൻ ഈമാനിൽ പുറത്തു പോവുകയും കുഫറിൽ പ്രവേശിക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിലൊക്കെ നമുക്കത് പ്രത്യേകം വിശദീകരിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. പലപ്പോഴായി പല ആളുകളിൽ നിന്ന് കേട്ടിട്ടുള്ള കാര്യമാണെന്ത്? പല ദീനിന്റെ അടയാളങ്ങളെ സംബന്ധിച്ചു താടി വെട്ടാതെ വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാരെന്നും നാട്ടുകാരെന്നും കുടുംബക്കാരെന്നും നമുക്ക് കേൾക്കേണ്ടി വരുന്നതൊന്നും പ്രത്യേകം എന്ത് ചെയ്യേണ്ടതില്ല, വിശദീകരിച്ചു തരേണ്ടതില്ല. അതുപോലെ തന്നെ വസ്ത്രം നിര്യാണിക്ക് മേലെ ഉടുത്താൽ പുരുഷന്മാര് ഉണ്ടാവുന്ന പരിഹാസങ്ങൾ, സ്ത്രീകള് അവരുടെ വസ്ത്രധാരണം നല്ല എന്താ പറയാ അവരുടെ അവയവങ്ങളൊന്നും പ്രകടമാവാത്ത, സൗന്ദര്യം പുറത്ത് കാണാത്ത രൂപത്തിലുള്ള വസ്ത്രധാരണം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ദീനിന്റെ പ്രത്യക്ഷത്തിൽ കാണുന്ന അടയാളങ്ങളെയൊക്കെ പരിഹാസങ്ങൾ നമ്മളെപ്പോഴും പലപ്പോഴും നമ്മളും ഒക്കെ പലപ്പോഴായി എന്ത് ചെയ്തിട്ടുള്ളതാണ്? കേൾക്കുകയും ഏറ്റുവാങ്ങുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അത് അതിലേറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം എന്നുള്ളത് ഈ പരിഹസിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും മുസ്ലിം നാമധാരികളായിരിക്കും. നിങ്ങൾക്കൊക്കെ അറിയാം, ഓരോരുത്തർക്കും അറിയുന്ന കാര്യമാണ്. നിങ്ങളിൽ അങ്ങനെ പരിഹസിക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളായിരിക്കും. അവരോട് പറയണം, നിങ്ങളുടെ ഈ പരിഹാസം നിങ്ങളെ ദീനിൽ തന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സംസാരമാണ് നിങ്ങളുടെ ഈ സംസാരം. അപ്പൊ നിങ്ങൾ ഇതിപ്പോൾ അവസാനിച്ച് ഇതിന് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ ആഖിറത്തിൽ നിങ്ങൾ മുസ്ലിമായി തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ എന്നുള്ള വിഷയത്തിൽ സംശയമുണ്ടെന്ന് അവരോട് തന്നെ അങ്ങനെ തന്നെ പറയണം. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. അത് പറയണം. നമുക്ക് അവരോട് നമ്മുടെ ചിലപ്പോൾ കുടുംബക്കാരനായ അടുത്ത് ബന്ധമുള്ള ആളായിരിക്കാം, നമുക്ക് അവരോട് വ്യക്തിപരമായിട്ട് സ്നേഹവും അതൊക്കെ ഉണ്ടാവും, അടുപ്പമൊക്കെ ഉണ്ടാവും. അപ്പൊ അവര് നരകത്തിൽ പോകണം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുകയില്ലല്ലോ. അപ്പൊ അവരുടെ ഭാഗത്ത് ഇത്തരം കുഫറാവുന്ന പ്രവർത്തനങ്ങൾ സംസാരങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ പറയണം, ഈ സംസാരം കുഫറാണ്, ഈ സംസാരം കുഫറാണ്. എന്നിട്ട് ഈ ആയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കാം, ഈ സംസാരം കുഫറാണ്, നിങ്ങളിത് അറിയാതെ പറ്റിപ്പോയി അത് തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്കത് പുറത്തു തരും. അതല്ല നിങ്ങൾ ഇതിൽ തന്നെ തുടരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വിഷയം വളരെ ഗൗരവമാണെന്ന് അവരോട് എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കൽ നമുക്ക് ബാധ്യതയാണ്. അതുപോലെ തന്നെ ഖുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. നമ്പർ എനിക്ക് ഓർമ്മയില്ല. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ ഈമാനിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്ന കാര്യമാണെന്ത്? അത് നമ്മൾ പലപ്പോഴും ഇത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതിൽപ്പെട്ടൊരു കാര്യമാണെന്ത്? ഗൈബ് അറിയാം എന്ന് വാദിക്കുക. മറന്നുപോയ എന്നുവെച്ചാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കാത്ത ഒരു വിഷയം അറിയാമെന്ന് വാദിക്കാം. അങ്ങനെ വാദിക്കുന്നത് കുഫ്റാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും പത്രങ്ങളിലൊക്കെ അല്ലെങ്കിൽ ന്യൂസിലൊക്കെ വാരഫലം. ഈ ആഴ്ച നിങ്ങളുടേത് ഇങ്ങനെയായിരിക്കും, ഈ നക്ഷത്രം ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഈ ആഴ്ച വളരെ നല്ലതും ഒരുപാട്
ലാഭങ്ങളിലെ കച്ചവടത്തിൽ ലഭിക്കുന്നതും ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുന്നതുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് ടിവിയിൽ വരുന്നതാണെങ്കിലും മൊബൈലിൽ വരുന്നതാണെങ്കിലും പത്രത്തിൽ വരുന്നതാണെങ്കിലും അത്തരം കാര്യങ്ങൾ വിശ്വാസമില്ലാതെ തന്നെ പോയിരിക്കുക എന്നുള്ളത് വളരെ അപകടമാണ്. നമുക്കത് വിശ്വാസമില്ല, ഇവനിപ്പോ എന്താ പറയുന്നത്, വെറുതെ ഒന്ന് വായിച്ചു നോക്കാന്നുള്ള നിലയ്ക്ക് നമ്മൾ വെറുതെ അത് വായിച്ചു നോക്കുന്നത് പോലും അപകടമാണ്. എത്ര ദിവസം നിസ്കാരം ബാത്തിലാവാ? 40 ദിവസത്തെ നിസ്കാരം ബാത്തിലാവും. എന്ന് വെച്ചാൽ 40 ദിവസം നിസ്കരിക്കുന്നതിന് പ്രതിഫലം ലഭിക്കൂലാണ്. വെറുതെ ഈ ന്യൂസ് പേപ്പർ എടുത്ത് ഈ വാരഫലം വായിച്ചതിന്റെ ഫലമായിട്ട്. ഇനി വിശ്വാസത്തോടുകൂടി വായിക്കുന്നെങ്കിൽ അത് കുഫറായി. ഇതില് എന്റെ ഭാവി ഇതിലുണ്ട്, കാരണം ഞാൻ ഈ നക്ഷത്രത്തിലാണ് ഞാൻ ജനിച്ചതിന് എനിക്കറിയാം, എന്റെ ഉമ്മമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട്, അപ്പൊ ഇവിടെ എന്താ പറയുന്നു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വിശ്വാസത്തോടു കൂടി തന്നെയാണ് അവനത് വായിക്കുന്നെങ്കിൽ അത് കുഫറാണ്. അതിനിപ്പോ ആ ജ്യോതിഷന്റെ അടുത്ത് പോകണമെന്നൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകളാണ്, കുഫറിലേക്ക് നമ്മുടെ ജീവിതത്തിൽ തുറക്കുന്ന വാതിലുകളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് വളരെ പ്രത്യേകം എടുത്ത് ഓർമ്മപ്പെടുത്തുകയും താക്കീത് ചെയ്യുകയും ചെയ്യുന്നത്. അല്ല, അത് വേറെ അത് പറയാൻ ശബ്ദം വേറെ വിഷയം. അപ്പോ ഇങ്ങനെ ഒരു കാര്യം നാളെ നടക്കുന്ന ഭാവിയിൽ നടക്കുന്നതൊക്കെ ഗൈബാണ്, നമുക്കറിയാത്ത കാര്യങ്ങളാണ്. ഒരാൾക്കും അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും അറിയില്ല. അമാതദ്രി നഫ്സുൻ മാതാ തക്സിബു ഗദ, ഒരു നഫ്സിനും എന്താ അറിയില്ല നാളെന്താ അവൻ സമ്പാദിക്കുന്ന ഒരാൾക്കും അറിയില്ല എന്നുള്ള പറയാം. അതുപോലെ തന്നെ കുല്ലായ അലമു മൻഫി സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, നബി പറയുക ആകാശഭൂമികളിൽ ഗൈബായിട്ടുള്ളത് അള്ളാഹു അല്ലാതെ ഒരാളും അറിയൂല എന്നവർ അത് പറയാൻ കൽപ്പിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അപ്പൊ ഗൈബായത് അള്ളാഹുനല്ലാതെ ഒരാൾക്കും അറിയൂല. ഒരാൾക്ക് അങ്ങനെ അറിയാമെന്ന് വാദിച്ച ഒരാൾ ജ്യോതിഷൻ കൊണ്ട് ബോർഡ് വെച്ചാൽ അവൻ കാഫിറായി പോവാണ്. ഒന്നും ചെയ്തിട്ട് ഒരാളെയും ബോർഡ് കണ്ടു വന്നിട്ടില്ലെങ്കിൽ പോലും അവൻ അതിലൂടെ വാദിക്കുകയാണ് എനിക്ക് ഗൈബ് അറിയാമെന്ന്. അതിലൂടെ അവൻ വാദിക്കുകയാണെന്ത് എനിക്ക് ഗൈബ് അറിയാമെന്ന്. അതിലൂടെ അവൻ എന്താണ്, ജ്യോതിഷം ആ വാക്ക് തന്നെ ഉപയോഗിക്കണമെന്നില്ല. മുസ്ലിം സമുദായത്തിൽ പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. തങ്ങന്മാരെന്നും മറ്റ് ബീവിമാരെന്നൊക്കെ പേര് പറഞ്ഞിട്ട് ഇതേ പണി, ജ്യോതിഷന്റെ അതേ പണി ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, ദീനില് അവിടെ പേരിനൊന്നല്ല പ്രത്യേകത, ആ വിഷയത്തിനാണ് പ്രത്യേകത. അങ്ങനെ ഒരാൾ ഗൈബ് അറിയാമെന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ എന്ത് പേരിട്ടാലും അവന്റെ വിധി ഇത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു വിഷയമാണെന്ത്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വളരെയധികം അധികരിച്ചിട്ടുണ്ട്, സിഹർ ചെയ്യുക എന്നുള്ളത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരാളുടെ കുടുംബത്തിൽ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. കുടുംബക്കാർക്കിടയിൽ സിഹർ ചെയ്യുന്നതോ ചെയ്യപ്പെട്ടതോ ആയ ഒരാൾ പോലും ഇല്ലാത്തുണ്ടാവില്ല. ഓരോരുത്തരുടെ കുടുംബത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഓരോരുത്തരുടെ കുടുംബത്തിൽ നിന്ന് നോക്കിയാൽ സാധിക്കും. നിങ്ങളുടെ കുടുംബക്കാർക്കിടയിൽ, ആ കണ്ണികൾക്കിടയിൽ സിഹർ ചെയ്യുന്നതോ അതിന്റെ ഫലം ചെയ്യപ്പെട്ടതോ അല്ലാത്ത ഒരാൾ പോലും, അങ്ങനത്തെ ഒരു കുടുംബം പോലും ഉണ്ടാവില്ല. ആരെങ്കിലും ഒരാളുണ്ടാവും. അത്രയധികം എന്ത് ചെയ്തിട്ടുണ്ട്, സിഹർ വ്യാപിച്ചിട്ടുണ്ട്. അത്രയധികം സിഹർ വ്യാപിച്ചിട്ടുണ്ട്. സിഹർ എന്ന് പറഞ്ഞാല് ചുരുക്കത്തിലേ ഉള്ളൂ, ശൈത്താനെ തൃപ്തിപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം, പല കാര്യങ്ങളും ചെയ്യാനുള്ള പല ശ്രമങ്ങൾ, അതെല്ലാം വിജയിക്കണമെന്നോ പരാജയപ്പെടണമെന്നൊന്നുമില്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ ചിലതെന്ത് ചെയ്യും, വിജയിക്കും, ചിലത് വിജയിക്കൂല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ അങ്ങേയറ്റം വ്യാപിച്ചിട്ടുണ്ട്. ഇത് പല ആളുകളും അറിവില്ലായ്മ കൊണ്ട് അതിൽ പോയി കുടുങ്ങിപ്പോകുന്നവരുണ്ട്, ഇഷ്ടംപോലുണ്ട്. ഇപ്പോ ഒരു വ്യക്തി
നേരിട്ട് പരിചയമുള്ള ഒരു സംഭവം പറയാം. ആ കുടുംബത്തിലെ ഭർത്താവ് ഗൾഫിൽ പോയിട്ട് പിന്നെ അദ്ദേഹത്തിന് ഒരു അഡ്രസ്സും ഇല്ല. അഡ്രസ്സില്ല പറഞ്ഞാൽ അദ്ദേഹം എവിടെയോ പോയി കുടുങ്ങിപ്പോയി എന്നല്ല, അദ്ദേഹം വീട്ടുകാരായിട്ട് യാതൊരു ബന്ധമോ അവർക്ക് പൈസ അയച്ചു കൊടുക്കലോ ഒരു കാര്യങ്ങൾ നോക്കലോ ഒരു തമ്മിലും അദ്ദേഹം അവിടെ എന്തായി, അദ്ദേഹം അവിടെ അടിച്ചുകൂടിയ ആഘോഷങ്ങളോ കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ ആയിപ്പോയി. ഇദ്ദേഹത്തിന് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇവരെന്താ ചെയ്തത് പറഞ്ഞാൽ ഇതുപോലൊരു ഉസ്താദിന്റെ അടുത്തേക്ക് പോയി, ഒരു ബാവ. അദ്ദേഹം ഇതുപോലെ അങ്ങനെ കുറെ കാര്യങ്ങൾ, അദ്ദേഹത്തിന് ഉമ്മാന്റെ പേരെന്താണ്, അതുപോലെ കറുത്ത കോഴി കൊണ്ടുവരണം, അവിടെ പോയിട്ട് ഒന്നും ചൊല്ലാണ്ട് അടക്കണം, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്യിപ്പിച്ചു. ഇദ്ദേഹം നാട്ടിലെത്തുകയും ചെയ്തു. നമ്മൾ ശ്രദ്ധിക്കുന്ന ഇവര് പിന്നീട് ദീൻ മനസ്സിലാക്കി, അത് വേറെ വിഷയം. പക്ഷെ ഈ ദീൻ അറിയാത്ത കാലഘട്ടത്തിൽ പല കാര്യങ്ങൾക്കും പല വിഷയങ്ങൾക്കും പരിഹാരമായിട്ട് തേടി ചെല്ലുന്ന അന്വേഷിച്ച് ചെല്ലുന്ന സ്ഥലങ്ങൾ പലപ്പോഴും സിഹറിന്റെ കേന്ദ്രങ്ങളായിരിക്കും. സിഹറിന്റെ കേന്ദ്രങ്ങളായിരിക്കും. ഇങ്ങനെ പല വലിയ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്ന, ഒരു രോഗി കിടപ്പിലായിരുന്ന ആളുകൾ എണീറ്റോടുന്ന ചികിത്സാ കേന്ദ്രങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അതൊക്കെ അതിൽ മിക്കതും സിഹറിന്റെ കേന്ദ്രങ്ങളാണ്. എന്തിനാണെന്നറിയോ, ഈ രോഗികൾ അവിടെ വരുമ്പോൾ പെട്ടെന്ന് രോഗം മാറുന്ന എന്തിനാണെന്നറിയോ നിങ്ങൾക്ക്? എന്തിനാ? നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊരു എന്താ പറയാ, ഒരു നാടകം പോലെയാണ്. ശരിക്കും ശ്രദ്ധിക്കണം. അതിന്റെ ഉള്ളുകളിൽ ശരിക്കും ശ്രദ്ധിച്ചാൽ എന്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമ്മൾ പലപ്പോഴും പല ആളുകളായി അവിടെ പോകരുത്, അത് ഷിർക്കിന്റെ കേന്ദ്രമാണ്, സിഹറിന്റെ കേന്ദ്രമാണ്, ആ ജാറത്ത് പോകരുത്, ഈ ജാറത്ത് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പല ആളുകളും തിരിച്ചു ചോദിക്കെന്താ, തിരിച്ചു പറയാ, അതങ്ങനെ ശരിയാവാ, അവിടെ എന്റെ ആ മാമ പോയപ്പോ അവിടെ പോയി വയ്യാതെ നടക്കാൻ വയ്യാണ്ട് പോയ മാമ ഇപ്പൊ ഓടി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ വല്യമ്മ എന്റെ ഒന്നിനും സാധിക്കാതെ ഇരുന്ന ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു, അവർക്കിപ്പോ ഒരു പ്രയാസമില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്തുകൊണ്ടാണത് നമുക്ക് ശരിക്കും ശ്രദ്ധിക്കാം. നമ്മൾ പറഞ്ഞു, സിഹർ ചെയ്യിപ്പിക്കുന്ന ശൈത്താനിലൂടെയാണ്. സിഹർ ചെയ്യിപ്പിക്കുന്ന നേർക്ക് നേരെ എന്തെങ്കിലും ഒരു കാര്യമല്ല സിഹർ എന്നുള്ളത്. ശൈത്താനിലൂടെ മറഞ്ഞ രൂപത്തിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് സിഹർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ തരത്തിൽ നമ്മളിപ്പോ പറഞ്ഞില്ലേ, രോഗം വയ്യാതെ വീൽ ചെയറിൽ കൊണ്ടുവന്നാൽ എഴുന്നേറ്റ് ഓടാന്നുള്ളത്, ഇതൊക്കെ ശൈത്താന്റെ മാർക്കറ്റിംഗ് തന്ത്രമാണ്. ശൈത്താന്റെ മാർക്കറ്റിംഗ് തന്ത്രമാണ്. എന്താണ് ഇതിൽ മാർക്കറ്റിംഗ്? എന്താ? ഈ വ്യക്തിയെ വയ്യാതാക്കുന്നത് ആരാ? ഈ വ്യക്തിയെ ഈ കിടക്കാൻ വയ്യാത്ത രൂപത്തിൽ പ്രയാസം അദ്ദേഹത്തിന് സംഭവിപ്പിക്കുന്നത് ശൈത്താൻ തന്നെയാണ്. ശ്രദ്ധിക്കണേ, ശൈത്താന്റെ സ്വാധീനത്താലാണ് ഇപ്പൊ നമ്മൾ പല അപസ്മാരങ്ങളും ചികിത്സയ്ക്ക് കൊണ്ടുപോയാൽ ചികിത്സ ഉണ്ടാവില്ല. പല അപസ്മാര രോഗികളെയും ചികിത്സയ്ക്ക് കൊണ്ടുപോയാൽ അതിന് നാഡീനരമ്പുകൾ അങ്ങേയറ്റം സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി അത്രയും മെഷീനുകൾ ചെക്ക് ചെയ്താലും അതിനൊരു രോഗം കണ്ടുപിടിക്കാൻ സാധിക്കില്ല, ഒരു ചികിത്സയും ആ ഡോക്ടർക്ക് പറഞ്ഞുതരാൻ സാധിക്കില്ല. ശൈത്താൻ ഉണ്ടാക്കുന്ന. അപ്പോ ഈ വ്യക്തി എന്ത് ചെയ്യും? ഇങ്ങനെ ഡോക്ടർമാർക്ക് പോകാൻ പറ്റുന്ന ഹോസ്പിറ്റലുകളും ചികിത്സിക്കാൻ പറ്റുന്ന ചികിത്സകളും ഒക്കെ ഉപയോഗിച്ച് എല്ലാവരുടെയും പോകുമ്പോൾ ഇങ്ങനെ ഒരു നിരക്ക് രക്ഷയില്ല, ഞാനിതിൽ പെട്ട് മരിച്ചു പോകുന്നു പറഞ്ഞിട്ട് ആ നിരാശനായിരിക്കുമുണ്ടാവും. അപ്പുറത്തെ വീട്ടിലെ എന്ത് ചെയ്യാ, ഒരു ഉസ്താദ് വന്നിട്ട് പറയും, നിങ്ങൾ മറ്റു ഉസ്താദിനടുത്ത് പോയില്ല, അവിടെ ഒരു ഉസ്താദ് ഉണ്ടല്ലോ, ആ ഉസ്താദിനടുത്ത് പോയവരൊക്കെ അങ്ങനെ ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്ന് പറയാം. അപ്പൊ ഇവരെന്ത് ചെയ്യും? അവിടെയും കൂടി ഒന്ന് പോയി നോക്കാം, നമ്മൾ ഇവിടെയൊക്കെ ഇത്രയും ആശുപത്രി പോയതല്ലേ, ഇത്രയും സ്ഥലങ്ങളിൽ പോയതല്ലേ, ഇത്രയും മരുന്ന് കഴിച്ചതല്ലേ, അവിടെയും കൂടി ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവിടെ പോയി നോക്കുമ്പോ അവിടെ എന്ന് പറഞ്ഞാൽ ഈ ഏത് ശൈത്താന്റെ ഷർറ് കൊണ്ടാണ് ഈ വ്യക്തിക്ക് അപസ്മാരം സംഭവിച്ചിട്ടുള്ളത്, ആ ശൈത്താന്മാരുടെ നേതാവാണ് ഇയാളുടെ ശൈത്താൻ. ആരുടെ? ഈ ഉസ്താദിന്റെ വലങ്കൈ. ഈ ഉസ്താദിന്റെ വലങ്കൈ. അപ്പൊ ഉസ്താദ് അവിടെ നിന്നെന്തോ ഉസ്താദിന് എന്തോ കഴിവായിട്ട് എന്തൊക്കെയോ ഇങ്ങനെ കോലാഹലം കോപ്രായങ്ങൾ കാണിക്കുമ്പോ ഉള്ളിലൂടെ ഇദ്ദേഹം എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടാ, എന്താ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുമ്പോ എന്ത് ചെയ്യണം? ഒക്കെ മാറി ശൈത്താൻ അവിടെ നിന്ന് പിൻവാങ്ങണം. ചെറിയ ശൈത്താൻ അപസ്മാരം ഉണ്ടാക്കാൻ സഹായിച്ച ആ ചെറിയ ശൈത്താൻ അവിടെ നിന്ന് പിൻവാങ്ങണം എന്ന് നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അവരുടെ മാർക്കറ്റിംഗ് അങ്ങനെയാണ്. അപ്പൊ ഈ പറഞ്ഞു വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആൾ ഇവിടെ എത്തലും ഇവിടെ ഇത് ഈ കോപ്രായം കാണിക്കലും ഇയാൾ എഴുന്നേറ്റ് ഓടലും ഒക്കെ
സെക്കൻഡുകൾ കൊണ്ട് ശരിയാവും. പിന്നെ ഇത് നാട്ടിൽ പാട്ടായി, പിന്നെ ഇവിടേക്ക് ഒഴുക്കാണ് ജനങ്ങളുടെ. ഇത് ശൈത്താന്റെ തന്ത്രമാണ്, ശൈത്താന്റെ തന്ത്രമാണ്. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളാരും സിഹർ ചെയ്യൂല. അത്രയും എന്താ പറയാ അങ്ങനെ ഗോപ്യമായ വിഷയങ്ങളേക്കൊന്നും നമ്മൾ കടക്കാതിരുന്നാൽ മതി. നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് അതിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ സാധിക്കാത്ത പല സംസാരങ്ങളും ആളുകളൊക്കെ ഉണ്ട്. അത്തരം വ്യക്തികളുടെ അടുക്കലേക്ക് പോവാതിരുന്ന പ്രശ്നങ്ങളും സിഹറിന്റെ മേഖല അടയ്ക്കപ്പെടും. നമ്മൾക്ക് സിഹർ ചെയ്യപ്പെടുകയാണെങ്കിലും അത് വലിയൊരു വിഷയം. നമ്മൾ ചെയ്യൂല, പക്ഷെ നമ്മളെ ആരെങ്കിലും ചെയ്താലോ? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര വലിയ സിഹറായിക്കോട്ടെ, എത്ര വലിയ ശൈത്താനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിക്കോട്ടെ, എത്ര വലിയ ആ വിഷയങ്ങൾ സാഹിർ ചെയ്യുന്നതായിക്കോട്ടെ, നമ്മൾക്ക് ദീൻ നിശ്ചയിച്ച ചില സംരക്ഷണ കവചങ്ങളുണ്ട്, ചില സെക്യൂരിറ്റികളുണ്ട്. അത് നമ്മൾ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു സിഹറിനും നമ്മളെ ഒരു തരിമ്പും ചെയ്യാൻ സാധിക്കില്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മളെ ഒരു തരിമ്പും ചെയ്യാൻ സാധിക്കൂല. അതുകൊണ്ടാണ് ആ കിതാബ് എടുത്തത്, അതിന്റെ താഴത്തെ കിതാബ്. ഇത് നോക്കിയേ, കിതാബിന്റെ പേര് ഹിസ്നുൽ മുസ്ലിം. ഹിസ്നുൽ മുസ്ലിം. എന്താ ഹിസ്നുൽ മുസ്ലിം? മുസ്ലിമിന്റെ കോട്ടാണ്, മുസ്ലിമിന്റെ കോട്ട. മുസ്ലിം ഈ ദിക്റുകൾ തന്നെ ആവണമെന്നില്ല. സ്വഹീഹായി സ്ഥിരപ്പെട്ടു വന്ന ആയത്തുകൾ, ഹദീസുകളുള്ള ദിക്റുകൾ അത് ചൊല്ലേണ്ട സമയത്ത് രാവിലെ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, നിസ്കാര ശേഷം ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, ഉറങ്ങുന്നതിന് മുമ്പ്. ഇത്തരം ദിക്റുകൾ കൃത്യമായി മുറുകെ പിടിക്കുന്ന ഒരാളാണെങ്കിൽ അവൻ ഈ കോട്ടയിലാണ്. ഒരു ശത്രുവിന് ഒന്നും ചെയ്യാൻ സാധിക്കൂല. കോട്ടന്റെ ഉള്ളിൽ സേഫാണ്. എത്ര വലിയ സാഹചര്യമായിക്കോട്ടെ, എത്ര വലിയ സിഹറായിക്കോട്ടെ, അവനൊന്നും ചെയ്യാൻ സാധിക്കൂല. നിങ്ങൾക്കറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സൂറത്തുൽ ഫലഖും നാസും എപ്പോഴാണ് അവതരിപ്പിച്ച്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചതിന് ചികിത്സ ആയിക്കൊണ്ടാണ്. എന്നുവെച്ചാൽ നമ്മൾക്കൊരാൾ ഇനിയിപ്പോ കോട്ടയിൽ നമ്മൾ കയറിയെന്ന് വിചാരിക്കും, ഈ ദിക്കറുകൾ ചൊല്ലാൻ മറന്നുപോയി വിചാരിക്കാം, നമ്മൾക്ക് അതിന്റെ ഇത് ഏറ്റു എന്ന് വിചാരിക്കും, ഷർറ് നമ്മൾക്ക് ബാധിച്ചു എന്ന് വിചാരിക്കാം. എങ്കിലും നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഇത്തരം ഒരു ബാവയുടെയും അല്ലെങ്കിൽ ബീവിയുടെ അടുത്ത് നമുക്ക് പോകേണ്ട ഒരു ആവശ്യം ദീനിൽ പഠിപ്പിച്ചു തന്നിട്ടില്ല. നമ്മൾക്ക് എപ്പോഴും കൈനീട്ടാൻ നമ്മുടെ റബ്ബുണ്ട്. ആ ചില കാരണങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്ന് മാത്രം. അതിന് പ്രത്യേക ഒരു റുഖിയ എന്ന് പറയുന്നത് പ്രത്യേക ഒരു രൂപത്തിൽ, പ്രത്യേക ഒരു തർത്തീബിൽ, പ്രത്യേക ഒരു രീതിയിലൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. അതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫലഖുൻ നാസ്, സൂറത്തുൽ ഫലഖുൻ നാസ് വരെയായിട്ട് ഏത് മുസ്ലിമാണുള്ളത്? ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തില്? ഒരു വ്യക്തി ഇതിൽ നിന്ന്, സിഹറിൽ നിന്ന് ഈ രണ്ട് സൂറത്തുകൾ കൊണ്ട് ശമനം കിട്ടിയതുപോലെ വേറൊന്നും കൊണ്ട് ശമനം കിട്ടിയിട്ടില്ല, കിട്ടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. നമുക്ക് ചൊല്ലാൻ കഴിയില്ല സൂറത്തുൽ ഫലഖുൻ നാസ്. അങ്ങനെ എന്തെങ്കിലും ഷെറുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ ഓതി തടവാം. വലിയ ഏതെങ്കിലും ഒരാൾക്ക് എന്താ പറയാ ഓടിച്ചെല്ലേണ്ട, കുനിഞ്ഞു നിൽക്കേണ്ട വിഷയമുള്ള ഒരു കാര്യം ഒരു മുസ്ലിമിനില്ല. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ അറിയാത്ത ആരുള്ളത് മുസ്ലിമീങ്ങളിൽ? സൂറത്തുൽ ഫാത്തിഹയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചോദിച്ചെന്താ? അലാ തദ്രീക വമാ യുദ്രീക അന്നഹ റുഖ്യ. അത് റുഖ്യാണ്, നിനക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചത്. അതുകൊണ്ട് ഓതി ചികിത്സിച്ച ഒരാളോട് ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചെന്താ? അത് റുഖ്യാണ്, നിനക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പോ അവനെ അതിൽ പുകഴ്ത്താണ്. എന്നിട്ട് അതിൽ കിട്ടിയ പ്രതിഫലത്തിന് ഒരു ഭാഗം എനിക്കും തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയാണ്. സൂറത്തുൽ ഫാത്തിഹ അറിയാത്താരുള്ളത്? ഇനിയിപ്പോ ഒക്കെ പോട്ടെ, എല്ലാത്തിനും അവസാനം വരുന്നതായിട്ട് എന്തുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ ഒരു സൂറത്ത്? ആ സൂറത്തിനെ പറ്റി പറഞ്ഞത് വലാ യസ്തതീഉ അൽ ബതല. ഇങ്ങനെ സിഹർ ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കൂല ഒരു തരത്തിലും, എത്ര വലിയ സിഹർ ആയിക്കോട്ടെ. ഏതാ സൂറത്ത്? സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ. ബഖറ കാണാതെ അറിയണമെന്നില്ല. മുസാഫ് എടുക്കുക, മുസാഫ് ഇല്ലാത്ത വീടുകളൊന്നുമില്ലല്ലോ. എടുത്തിരുന്ന് ഓതുക, ഉറക്കം ഓതുക. അങ്ങനെ പ്രയാസമുള്ള ആളുകളുണ്ടെങ്കിൽ അടുത്തിരുത്തുക, ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യുക, മേലെ ഊതി കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇതിങ്ങനെ സങ്കീർണമാക്കേണ്ട ഒരു വിഷയം തീരുന്നില്ല. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എന്താ പറയാ,
നമ്മളിങ്ങനെ എന്താ പറയാ, ദീനിൽ ഇങ്ങനെ എന്താണ് അനുഭവങ്ങളൊന്നും പ്രത്യേകം വിശദീകരിച്ചതിന്റെ കാര്യമില്ല. ദീനിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹും റസൂലും പറഞ്ഞാൽ നമുക്കത് ഉറപ്പാകണം. എങ്കിലും നിങ്ങൾക്ക് സാന്ദർഭിക ഒരു കാര്യം സൂചിപ്പിക്കും. നമുക്ക് നേരിട്ട് അറിയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഉമ്മയോ വല്യുമ്മയോ ആരോ വളരെ അത്യാസന്ന നിലയിൽ, ലാസ്റ്റ് സ്റ്റേജ് എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയിൽ എന്താണ് കിഡ്നിക്ക് രണ്ടും തകരാറിലായി അങ്ങേയറ്റത്തെ മോശാവസ്ഥയിൽ കിടക്കുന്നൊരു വ്യക്തിയെ ഒരു ബന്ധു അവസാനമായിട്ടൊന്ന് കാണാൻ സമ്മതിച്ചപ്പോ ഒന്ന് കയറി 5 മിനിറ്റ് കൊണ്ട് ഓതാൻ പറ്റുന്നത്രയും ഓതി കൊടുത്ത്, തടവാൻ പറ്റുന്നത്രയും തടവി കൊടുത്തിട്ട് വന്നു. ആ വ്യക്തി അവിടെ നിന്ന് എന്ത് ചെയ്തു? ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നുണ്ട്, ആഫിയത്തോടെ യാതൊരു പ്രയാസമില്ല, അത് ബുദ്ധിമുട്ടില്ല ഇപ്പോഴും. പക്ഷെ നമ്മൾ മാറാരോഗങ്ങളായി കരുതുന്ന പലതും മാറാരോഗങ്ങളായിരിക്കൂല, അതിന്റെ പിന്നിൽ ഈ ഷർറായിരിക്കും. ഇതിപ്പോ നമ്മൾ കഴിച്ചു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരുന്നുകൾ കഴിച്ച് സൈഡ് എഫക്റ്റ് ഉള്ളതുപോലെ സൈഡ് എഫക്റ്റ് ഉള്ള കാര്യമൊന്നുമല്ലല്ലോ. ഒന്ന് ഓതി നോക്കിയാൽ എന്തുപോയി? ഒന്ന് റുക്കിയ ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാകുമെന്ന്, ഷെറായിട്ടൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ ചെല്ലരുത് കേട്ടോ. ഞാൻ പറയുന്നത് പല ആളുകൾക്ക് ആ തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ ഒരിക്കലും ഇപ്പൊ ചെയ്ത് നോക്കിയാൽ ഇപ്പൊ നഷ്ടമൊന്നുമില്ല എന്നുള്ള രൂപത്തിൽ നമ്മൾ ചെയ്ത് ചൊല്ലി നോക്കണം. നമ്മൾ ചൊല്ലുമ്പോൾ ഉറപ്പോടുകൂടി യക്കീനോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചൊല്ലേണ്ടത്. എന്ന് വെച്ചാൽ ഷെറ് ഇതിന്റെ ഈ ഭാഗത്തു നിന്നുള്ള ഷെറാണെങ്കിൽ ഇതുകൊണ്ട് അള്ളാഹു ഷിഫ നൽകും. ആ ഉറപ്പോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇത് ചെയ്യേണ്ടത്. അതിപ്പോ ഉസ്താദന്നെ, പള്ളിയിൽ ഉസ്താദന്നെ വന്ന് ചൊല്ലണമെന്നൊന്നുമില്ല. ശ്രദ്ധിക്കുക, ഷിഫ നൽകിയിട്ടുള്ളത് ഉസ്താദിന്റെ ഇതിലില്ല, ബർക്കത്തിലല്ല. ഷിഫ നൽകപ്പെട്ടുള്ളത് ഖുർആനിലാണ്. ഷിഫ നൽകപ്പെട്ടിട്ടുള്ളത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് ഖുർആനിലാണ്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഈ രൂപത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നാൽ ഉസ്താദിനെ വിളിക്കണം, യാതൊരു നിർബന്ധമില്ല. അപ്പൊ അത് സിഹറുമായി ബന്ധപ്പെട്ട് സാന്ദർഭികമായി സൂചിപ്പിച്ചാണ്. അതുപോലെ തന്നെ സംശയം കൊണ്ട് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളുണ്ട്. വിശ്വാസം പറഞ്ഞു, സംസാരം പറഞ്ഞു, സംശയം ആയിരിക്കുമോ അല്ലയോ, അങ്ങനെ സംശയം കൊണ്ട് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സംശയമാണെന്ത്, ദീനുൽ ഇസ്ലാം ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഇത്രയും പുതിയ എന്താ പറയാ 21ാം നൂറ്റാണ്ടായി, ശാസ്ത്രമൊക്കെ ഇത്രയും പുരോഗമിച്ചു, എല്ലാ ടെക്നോളജികളും കാര്യങ്ങളൊക്കെ ഇത്രയും ഡെവലപ്പായി. ഈ ഒരു സമയത്ത് ദീനുൽ ഇസ്ലാമിലെ ഓരോ വിധിവിലക്കുകൾ ഇതൊക്കെ ഈ കാലത്തും യോജിച്ചതാണോ, അല്ലെങ്കിൽ നമ്മുടെ ഈ കാലത്തിലും ദീനുൽ ഇസ്ലാം അത് നമുക്ക് പ്രാക്ടിക്കലാക്കാൻ സാധിക്കുമോ എന്ന തരത്തിലുള്ള സംശയം. അതെന്താ, അത് ഒരുത്തനെ ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്ന സംശയം, ഒരുത്തനെ ദീനിൽ നിന്ന് തന്നെ പുറത്തു കൊണ്ടുപോകുന്ന സംശയമാണ്. ദീനുൽ ഇസ്ലാം എന്നുള്ളത് ഏത് കാലത്താണെങ്കിലും ഖിയാമത്ത് നാൾ വരേക്കുള്ള എല്ലാ സമൂഹങ്ങൾക്കും, എല്ലാ കാലഘട്ടങ്ങൾക്കും, എല്ലാ രാജ്യക്കാർക്കും, എല്ലാ വിഭാഗങ്ങൾക്കും അനുയോജ്യമാകുന്ന തരത്തിലാണ് ആ രാജ്യങ്ങളെയും കാലഘട്ടങ്ങളെയും നാട്ടുകാരെയും എല്ലാം കൃത്യമായി അറിയുന്ന അള്ളാഹുവാണ് എന്ത് ചെയ്തത്, ഈ ദീനുൽ ഇസ്ലാം അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊരു കാലത്ത് ഈ ദീനുൽ ഇസ്ലാം ഖിയാമത്ത് നാളിനിടയ്ക്ക് ഒരു കാലത്തും ഔട്ട് ഓഫ് ഡേറ്റ് ആവൂല. ദീനുൽ ഇസ്ലാം ഒരു കാലത്ത് ഖിയാമത്ത് നാൾ വരേക്കുള്ള അതിനിടയിൽ ഒരു ദിവസം പോലും എന്താവൂല, ഔട്ട് ഓഫ് ഡേറ്റ് ആവൂല. നമുക്ക് നടപ്പിലാക്കാൻ പറ്റാത്തൊരു ദീനായി, പഴഞ്ചനായി, പ്രാകൃതനായി മാറുകയില്ല. അപ്പൊ അങ്ങനെ ഒരാൾക്കൊരു സംശയം തോന്നുക എന്നുള്ളത് അത് അത്രയും ഗൗരവമുള്ള വിഷയമാണെന്ന് ചുരുക്കം, അത്രയും ഗൗരവമുള്ള വിഷയമാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒഴിവാക്കുന്നതിലൂടെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം. ഒഴിവാക്കുന്നതിലൂടെ ദീനിൽ നിന്ന് പുറത്തു പോകും. അതെന്താണ് ഒഴിവാക്കിയത് പുറത്തു പോകുന്ന കാര്യം? നിസ്കാരം, ഫർദ് നിസ്കാരം. മുസ്ലിം പേരൊക്കെ ഉണ്ടാവും, അവനെപ്പോഴാണ് നിസ്കരിക്കുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ജുമയെ നിസ്കരിക്കുന്നുണ്ട്, ചിലപ്പോൾ ചില ആളുകൾ ജുമയ്ക്ക് മാത്രം നിസ്കരിച്ചു പോകുന്ന ആളുകളുണ്ടാവും.
ചിലത് പെരുന്നാളിന് മാത്രം. നിസ്കരിക്കാത്ത ഒരു വ്യക്തി അവൻ എന്താവും? അവൻ പാടെ നിസ്കാരം ഇല്ലെങ്കിൽ അവൻ ദീനിൽ നിന്ന് പുറത്തു പോകും. ദീനിൽ നിന്ന് പുറത്തു പോകും. ഒരാൾക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവൻ നിസ്കരിക്കാൻ സാധിച്ചിട്ടും നിസ്കരിക്കാതിരിക്കുന്ന ഒരുത്തനാണെങ്കിൽ അവൻ എന്താവും? ദീനിൽ നിന്ന് പുറത്തു പോകും. പക്ഷെ മുസ്ലിമേ അല്ലാതാവുന്നു. നിസ്കാരത്തെ നിഷേധിക്കുന്നത് എന്തായാലും പോകും. തർക്കമേ, പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമേ ഇല്ലാത്ത വിഷയം. ഒരുത്തൻ നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോ എല്ലാ ദിവസവും നിസ്കരിക്കുക, അതിന്റെ ആവശ്യമൊന്നുമില്ല. പലപ്പോഴും ഇങ്ങനെ ജുമയ്ക്കാൻ പല പെരുന്നാളിനോ ഒക്കെ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും പോയി മുഖം കാണിച്ചാൽ മതി എന്ന ഒരു ഭാവം, ഒരു വിശ്വാസം മനസ്സിലുള്ളെങ്കിൽ അവന് എന്തായാലും കാഫറായി പോകും. യാതൊരു തർക്കവും ഇല്ലാത്ത വിഷയം, യാതൊരു തർക്കമേ ഇല്ലാത്ത വിഷയം. ഏത് അമലെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷം എല്ലാ ആളുകൾക്കും അറിയുന്ന കുറെ അമലുകൾ ഉണ്ടാവും. ഇപ്പൊ വ്യഭിചരിക്കുന്ന ഹറാമാണെന്ന് ഇസ്ലാമിൽ എല്ലാവർക്കും അറിയുന്ന കാര്യം. ഒരാൾ വിശ്വസിക്കുന്ന വ്യഭിചരിക്കുന്ന ഹറാമൊന്നുമല്ല. ഒരാൾക്ക് അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർ ചെയ്തോട്ടെ, നിയമ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർ ചെയ്തോട്ടെ എന്നുള്ള ഭാവമാണെങ്കിൽ എന്താണ് അത് കുഫറാവുന്ന ചിന്തയാണ്. നോമ്പ്, റമദാൻ നോമ്പ് ആർക്കറിയാത്തത്? അത് ഇതുണ്ട്, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം. പക്ഷെ അതേസമയം അയാൾ നിഷേധിക്കണം, അത് നിർബന്ധമൊന്നുമില്ല. എന്ന് നിഷേധിക്കുകയാണെങ്കിൽ അയാൾ എന്താവും? ദീനിൽ നിന്ന് പുറത്തായി പോകും. പക്ഷെ നിസ്കാരത്തിന്റെ വിഷയം വേറെ തന്നെയാണ്. കാരണം സഹാബത്തിൽ ഒരുപാട് പേരുടെ അഭിപ്രായമായി താബീങ്ങൾ ഉദ്ധരിക്കുന്ന കാര്യമാണ് എന്ത്? സഹാബത്തിനിടയിൽ ഒഴിവാക്കിയാൽ കാഫറാകുന്ന ഒരു കാര്യമായി അവർ കണ്ടിരുന്നത് നിസ്കാരത്തെ മാത്രമല്ല. അപ്പൊ നിസ്കരിക്കാതിരുന്നാൽ എന്താവും? കാഫറാവുന്ന അർത്ഥം. ശ്രദ്ധിക്കണം. 5 നേരം നിസ്കരിക്കണം. എപ്പോഴെങ്കിലും തോന്നുമ്പോൾ നിസ്കരിച്ചാൽ പോലെ 5 നേരവും നിസ്കരിക്കണം. 5 നേരവും നിസ്കരിക്കണം. അതിന് ഒരുപാട്, അത് ഈ നിസ്കാരം കൃത്യമായി കൊണ്ടുപോകാനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റബ്ബ് അത്രയും അളവുകൾ നൽകിയിട്ടുണ്ട്. നിസ്കാരത്തിൽ റബ്ബ് നൽകിയ എത്ര അളവുകൾ ദീനിൽ വേറൊരു വിഷയത്തിൽ നൽകിയിട്ടില്ല. എത്ര അളവുകൾ നൽകിയിട്ടുണ്ട്? നിന്ന് നിസ്കരിക്കാൻ സാധിക്കില്ല, എന്ത് ചെയ്യുക? ഇരുന്ന് നിസ്കരിക്കാം. ഇരുന്ന് നിസ്കരിക്കാൻ സാധിക്കില്ല, എന്ത് ചെയ്യുക? കിടന്ന് നിസ്കരിക്കാം. ഇനി അവയവങ്ങൾ അനക്കാൻ സാധിക്കില്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ഈ എന്താ പറയാ, ഈ ചെറിയ ചലനം കൊണ്ട്, അതുകൊണ്ടെങ്കിലും ചെറുതായി ഒന്ന് നമുക്ക് സാധിക്കുന്നതിന്റെ അത്ര. അതുപോലെ തന്നെ യാത്രക്കാരാണെങ്കിൽ എന്ത് ചെയ്യാം? എണ്ണം കുറയ്ക്കാം. 4 റക്അത്തിൽ 2 റക്അത്താക്കാം. അതുപോലെ തന്നെ സമയം, ളുഹറിന്റെ സമയത്ത് ളുഹർ അസർ നിസ്കരിക്കാം, അസറിന്റെ സമയത്ത് ളുഹർ അസർ നിസ്കരിക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? മഗ്‌രിബിന്റെ സമയത്ത് മഗ്‌രിബ് ഇശാ, അല്ലെങ്കിൽ ഇശാന്റെ സമയത്ത് മഗ്‌രിബ്. ഇങ്ങനെ ഇത്രയും ഇളവുകൾ നൽകിയിട്ടുള്ളത് നമ്മൾ ഒരു തരത്തിലും അത് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു തരത്തിലും അത് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കൃത്യമായി നിസ്കരിക്കുന്ന ഒരവസ്ഥ, 5 നേരം നിസ്കരിക്കാമുള്ളത്, അത് നമ്മുടെ ഈമാനെ സംരക്ഷിക്കുന്ന കാര്യമാണ്. ഈമാനെ സംരക്ഷിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഇത്രയും പറഞ്ഞത് നമ്മുടെ ദീനിനെ തകർത്ത് കളയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈമാനിൽ നിന്ന് കുഫറിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതിന് ഒരുപാട് വിഷയങ്ങൾ, അതിൽ നമ്മുടെ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ സൂചിപ്പിച്ചതാണ്. 1-2 കാര്യങ്ങൾ കൂടി പ്രധാനപ്പെട്ടത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അതായത് നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ ആയിട്ട് തൗബ ചെയ്യാതെ മരണപ്പെടുന്ന ഒരാളാണെങ്കിൽ അവൻ നരകത്തിൽ കാലാകാലം ആയിരിക്കും. അവനൊരു കാലത്ത് എന്ത് ചെയ്യാൻ സാധിക്കില്ല? സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചില ആളുകൾ അവർ ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗദിൽ നിന്ന് വെള്ളം കോരി കൊടുക്കും. അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസർ നമുക്കൊക്കെ അറിയുന്നതാണ്. 1 മാസത്തെ വീതിയും 1 മാസത്തെ ദൂരവും, അതാണ് അതിന്റെ തെറ്റിന്റെ പരിധി. അത്രയും വലുതാണ്. അതിൽ നക്ഷത്രങ്ങളുടെ അത്രയും എണ്ണം കോപ്പകളുണ്ട്.
വെള്ളം കോരി കൊടുക്കാൻ. അതില് പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ ഒരു തവണ കുടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ദാഹിക്കാത്ത പാനീയം അതിൽ നിറയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഹൗദിന്റെ അടുക്കൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനുള്ളവരെ ആ ഹൗദിന്റെ അടുക്കിലേക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്ത് ചെയ്യാണ്? വെള്ളം കോരി കൊടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖിയാമത്ത് നാൾ നൽകപ്പെടുന്ന ഒരു പ്രത്യേകതയാണ്. ശ്രദ്ധിക്കേണ്ടത്, ഇത് പറയാനുള്ള കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിളിച്ച് ഹൗദിൽ നിന്ന് വെള്ളം കോരി കൊടുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് മാത്രമല്ല അവിടെ ഉണ്ടാവുക, എല്ലാ ആളുകളും ഉണ്ടാവും. ആദം നബിന്റെ സമൂഹം അവിടെ മുതൽ ഖിയാമത്ത് നാൾ വരെ എല്ലാ ആളുകളും ഉണ്ടാവും. ഇതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ വേർതിരിച്ച് മനസ്സിലാക്കുക എങ്ങനെയാ? വുദൂഇന്റെ അടയാളങ്ങൾ കൊണ്ടാണ്. വുദൂഇന്റെ അടയാളങ്ങൾ കൊണ്ടാണ്. വുദൂഇന്റെ വുദൂ ചെയ്ത ഭാഗങ്ങളൊക്കെ പ്രകാശിക്കുന്ന അവസ്ഥയിൽ ഈ ആളുകളെ കാണുമ്പോൾ അവരേക്ക് എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് വിളിക്കും, ഹൗദിലേക്ക് വിളിക്കും. ഈ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ വുദൂഇന്റെ അടയാളമുള്ള ചില ആൾക്കാരെ ഹൗദിലേക്ക് വിളിക്കുമ്പോ മലക്കുകൾ അവരെ തടയോടെ. ശ്രദ്ധിക്കണേ, വുദൂഇന്റെ അടയാളമുള്ള ആൾ എന്ന് വെച്ചാൽ നിസ്കരിക്കുന്ന ആളുകളാണ്. എന്ന് വെച്ചാൽ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. അവരെ ഹൗദിലേക്ക് വെള്ളം കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുമ്പോ മലക്കുകൾ അവരെ തടയും. അങ്ങോട്ട് പോകരുത്, നിങ്ങൾക്ക് ഈ വെള്ളത്തിൽ നിന്നില്ല ഒരു തുള്ളി പോലും കുടിക്കാൻ നിങ്ങൾക്ക് അർഹതയില്ല എന്ന് പറഞ്ഞാൽ അവരവിടെ തടയും. അങ്ങനെ തടയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ അവരെ പറ്റി പറയാൻ എന്താ? അവര് ഉമ്മത്തി, എന്റെ ഉമ്മത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഇങ്ങോട്ട് കടത്തിവിടാൻ പറയും. ഉമ്മത്തി അവരെന്റെ ഉമ്മത്താണ്, ഇങ്ങോട്ട് കടത്തിവിടൂ എന്ന് പറയും മലക്കുകളോട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകൾ തിരിച്ചു പറയുന്ന എന്താ പറയാ പ്രസ്താവന എന്താ? ഫഇന്നക ലാ തദ്രി മാ അഹദസു ബഅദക. റസൂലേ, നിങ്ങൾക്ക് എന്തറിയില്ല, താങ്കൾക്ക് ശേഷം ഇവർ ദീനിൽ എന്തൊക്കെയാണ് പുതുതായി കൊണ്ടുവന്നതെന്ന് താങ്കൾക്ക് അറിയില്ല റസൂലേ എന്ന് പറയും. എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ദീനായി പഠിപ്പിച്ചെന്നത് അതാണ് ദീന്. അതല്ലാത്തതൊന്നും ദീനല്ല. എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ആയത്ത് ഇറങ്ങുന്നുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാം ദീൻ. ഇന്നേ ദിവസം നിങ്ങൾക്ക് ദീനായി ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. ദീൻ ഇസ്ലാം കംപ്ലീറ്റ് ആയി. ഇതെപ്പോ ഇറങ്ങുന്ന ആയത്താ? ഹജ്ജത്തുൽ വിദായിലെ അറഫാ ദിവസത്തിൽ. അന്ന് ദീനല്ലാത്തതൊന്നും ഇന്നും ദീനാവുകയില്ല. ഇന്നും ദീനാവുകയില്ല. എന്നുവെച്ചാൽ എന്താണോ ദീനായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതല്ലാത്ത ഒരു കാര്യം നമ്മൾ വിശ്വസിക്കാനോ പ്രവർത്തിക്കാനോ പാടില്ല. നമ്മുടെ വാപ്പ കാരണന്മാര് ദീനായിട്ട് പലതും പറഞ്ഞു തന്നിട്ടുണ്ടാവും. അതൊന്നും ദീനായി വിശ്വസിക്കാനും പ്രവർത്തിക്കാനും നമ്മൾ ബാധ്യസ്ഥരല്ല. നമ്മുടെ കുടുംബക്കാര് പലതും ദീനിനെ പറ്റി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. നമ്മുടെ അയൽക്കാര് പലതും പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇതൊന്നും ദീനായി കൊണ്ട് വിശ്വസിക്കാനോ പ്രവർത്തിക്കാനോ നമ്മൾ ബാധ്യസ്ഥരല്ല. ഏതുവരേക്കും അത് തെളിവ് നമുക്ക് വന്നെത്തിക്കിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് ദീനായി പഠിപ്പിച്ചു തന്നത് എന്ന് ബോധ്യപ്പെടുന്നത് വരേക്കും. കാരണം റസൂല് കൊണ്ടുവന്നതാ ദീന്. റസൂല് കൊണ്ടുവരാത്ത എന്തല്ല, അത് ദീനാവുകയില്ല. നാട്ടുകാരൊക്കെ ചെയ്താലും ശരി, നാട്ടുകാരെല്ലാവരും ചെയ്താലും ശരി, കുടുംബക്കാരൊക്കെ അതാണ് ദീനാണെന്ന് വിചാരിച്ചാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ദീനായി കൊണ്ടുവന്നത് അതേ ദീനാവുകയുള്ളൂ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ശ്രദ്ധിക്കാതെ നമ്മൾ കുറെ എന്തൊക്കെയോ അമലുകൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയോ കുറെ ദിക്റുകളും കുറെ ചൊല്ലുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്, കുറെ നമ്മൾ ചെയ്യുന്നുണ്ട്. ദീനല്ലാത്തത് നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ഒരു ലാഭവും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, നഷ്ടം മാത്രമേ ഉള്ളൂ. ഏതുപോലെയാണെന്നറിയോ? പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന എങ്ങനെയാണെന്നറിയോ? മരുഭൂമിയിലൂടെ ഒരാൾ സഞ്ചരിക്കാം, ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഇയാൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഇയാളുടെ തോളിലൊരു സെഞ്ചിയുണ്ട് തുണിയിലെ. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഇയാൾ ഓരോ പിടി മണലെടുത്തിട്ട് ഈ സെഞ്ചിയിലിടുക, ഇത് നടക്കുക. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മണലിടുക. അങ്ങനെ മണലിട്ട് പോവാണ്. ഈ മണൽ കൊണ്ട് അയാൾക്ക് ഒരു ഉപകാരം ലഭിക്കുന്നില്ല, ഉപദ്രവമല്ല. കുറച്ച് മുന്നോട്ട് പോകുന്നുണ്ടാവും, ഭാരോ നടക്കാൻ കഴിയില്ല.
ഇതുപോലെയാണ് ബിദഅത്തുകൾ ചെയ്യുന്ന ഒരാളുടെ അവസ്ഥ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായി പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ ദീനായിട്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയാ? ബിദഅത്ത് എന്ന് പറയാം. അത്തരം ബിദഅത്തുകൾ വളരെ അപകടമാണ്. വളരെ നമ്മളിൽ ഒരു ബിദഅത്ത് പോലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ഹൗദുൽ കൗസറിൽ നമുക്കും വെള്ളം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളിൽ ഒരു ബിദഅത്ത് പോലും ഉണ്ടാവാൻ പാടില്ല. നിർബന്ധം. നമ്മളിൽ ഒരു ബിദഅത്ത് പോലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ബിദഅത്ത് ഇല്ലാതിരിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? അതാണ് വേറൊരു പ്രശ്നത. ബിദഅത്ത് ചെയ്യാതിരിക്കണമെങ്കിൽ സുന്നത്തറിയണം. എന്നുവെച്ചാൽ പഠിക്കാതെ വേറെ നിവൃത്തിയില്ല. പഠിക്കാതെ വേറൊരു നിവൃത്തിയില്ല. സുന്നത്ത് എന്താന്ന് അറിയാത്ത ഒരാൾക്ക്, അറിയുന്ന ഒരാൾക്ക് എളുപ്പമാണ്. കാരണം ആ സുന്നത്തല്ലാത്തതൊക്കെ എന്താ? ബിദഅത്താണ്. പക്ഷെ സുന്നത്ത് എന്താന്ന് അറിയാത്ത ഒരാൾക്കോ അയാൾക്ക് എല്ലാം സുന്നത്തായി തോന്നും, അല്ലെങ്കിൽ എല്ലാം ബിദഅത്തായി തോന്നും. അപ്പൊ സുന്നത്ത് എന്താണ് നമ്മൾ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ വിഷയത്തിലുള്ള നിലപാടുകൾ എന്തായിരുന്നു, അല്ലെ ദീനിന്റെ ഓരോ വിഷയത്തിലുള്ള കൃത്യമായ നിലപാട് എന്താ, നമ്മൾ പഠിക്കണം. നമ്മൾ പഠിക്കണം. ഇപ്പോഴും പല ആളുകൾക്കും പല വിഷയങ്ങളിലും കൃത്യമായ പോരായ്മകളുണ്ട്. ഇപ്പൊ നമ്മളിൽ ഒരാളോട് ഖുർആൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയാം? എന്ത് പറയാം? എന്താണ് ഖുർആൻ എന്ന് പറയാം? ഖുർആൻ എന്താണ്? ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ്. അള്ളാഹുവിന്റെ സംസാരം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമയ്ക്ക് ആ സംസാരം ഇട്ടുകൊടുക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചൊല്ലിക്കൊടുക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളിലേക്ക് എത്തിച്ചു തരികയും ചെയ്തതാണെന്ത്? ഖുർആന്. അതൊക്കെ പോട്ടെ, ഖുർആന്റെ വിഷയം പോട്ടെ. അള്ളാഹു എവിടെയുള്ളത്? അള്ളാഹു എവിടെയാ? അവിടെ അറിയോ? അള്ളാഹു എവിടെയാ? അവിടെ ബാക്കില് അറിയോ? നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബായ അള്ളാഹു എവിടെയുള്ളത്? അറിയില്ല. നമുക്ക് നമ്മുടെ റബ്ബിനെ പറ്റി അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് നമ്മുടെ റബ്ബിനെ പറ്റി അറിഞ്ഞിട്ടില്ലെങ്കിൽ വേറെ എന്തൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് എന്താ കാര്യം? കുറെ ഡിഗ്രികളുണ്ട്, ഒരുപാട് വലിയ ശമ്പളമുണ്ട്, ഒരുപാട് മാർക്കുകളുണ്ട്, നാട്ടിൽ നല്ല പേരുണ്ട്, ഒന്നും ഒരു കാര്യമില്ല. അള്ളാഹു എവിടെയാണ്? എല്ലാത്തിനും ഉപരിയിലാണ്. നമ്മൾ പറയില്ല സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. അഅല എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ളവനാണ്. അവനേക്കാൾ മുകളിൽ ഒന്നുമില്ല. അവനേക്കാൾ മുകളിൽ, എല്ലാത്തിന്റെയും മുകളിലുള്ളവനാണ് ആര്? അള്ളാഹു. ചില മുസ്ലിം നാമധാരികളെ പല ആളുകളോടും അള്ളാഹ് എവിടെയെന്ന് ചോദിച്ചാൽ എന്താ പറയാ? മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും എന്നൊക്കെ പറയും. എല്ലാവിടെയും അള്ളാഹ് ഉണ്ടെന്ന് പറയും. എല്ലാവിടെയും അബദ്ധാണത്. വലിയ അപകടമാണ്. എല്ലാവിടെയും അള്ളാഹ് ഉണ്ടോ? ഇല്ല. അള്ളാഹു എല്ലാ സൃഷ്ടികൾക്കും മുകളിലാണ്. എല്ലാ സൃഷ്ടികൾക്കും മുകളിലാണ് അള്ളാഹു. അതുപോലെ തന്നെ സ്വഹാബത്തിനെ പറ്റി നമ്മുടെ വിശ്വാസം എന്താ? സ്വഹാബത്തിനെ പറ്റി പല ആളുകളും വിചാരിച്ചിട്ടുള്ള എന്താ? സ്വഹാബികൾ മനുഷ്യര്, നമ്മൾ മനുഷ്യർ. അവരൊരു മനുഷ്യര് ഒരു വിഭാഗം, നമ്മളൊരു വിഭാഗം, അത്രേ ഉള്ളൂ. സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അങ്ങനെ സ്വാഭാവികമായിട്ടും കാലഘട്ടം അങ്ങനെ കറങ്ങി പോകുമ്പോൾ ഏതോ ഒരു കാലഘട്ടത്തിൽ ഏതോ ആൾക്കാർ എന്ത് ചെയ്തു? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ സ്വാഭാവികമായിട്ട് ഒത്തുവന്നു. നമ്മളും ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഈ രൂപത്തിൽ കറങ്ങി വരുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുക്കുന്ന എങ്ങനെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? അള്ളാഹു അവന്റെ സൃഷ്ടികളിലേക്ക് എല്ലാവരിലേക്കും നോക്കും. ആ സൃഷ്ടികളിൽ ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമ ആരാണ് നോക്കി ആ വ്യക്തിയാണ് എന്ത് ചെയ്തത്? നമുക്ക് നമ്മുടെ റസൂലായി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചത്. എന്ന് വെച്ചാൽ സൃഷ്ടികളിൽ ഏറ്റവും നല്ല ഹൃദയത്തിനുടമ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമേ. ഇത് നമുക്കൊക്കെ അറിയാം, നമുക്കൊക്കെ അറിയുന്ന വിഷയമാണ്. അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കുന്ന മറ്റൊരു വിഷയമാണ് എന്ത്?
അള്ളാഹു പിന്നെ നോക്കും ഈ റസൂലിന് ഏറ്റവും നല്ല എന്താ പറയാ സഹാബത്തിന് ഏറ്റവും നല്ല സഹചാരികളെ നിശ്ചയിക്കണം. അങ്ങനെ ഏറ്റവും ഈ ഹൃദയം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല ഹൃദയങ്ങൾ ആർക്കാ ഉള്ളത് എന്ന് നോക്കിയിട്ടാണ് ആ ആളുകളെയാണ് എന്ത് ചെയ്തത് അള്ളാഹു സ്വഹാബികളായി തെരഞ്ഞെടുത്തത്. സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ വെറും മനുഷ്യന്മാരല്ല. സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ വെറും മനുഷ്യന്മാരല്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബത്തിനെ ചീത്ത പറയരുത്. എന്താണ്? നിങ്ങളിൽ ഒരാൾ ഉഹുദ് മലയോളം ചെലവഴിക്കുക, സ്വർണം ശ്രദ്ധിക്കണേ, പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. നിങ്ങളിൽ ഒരാൾ, സ്വഹാബത്തല്ലാത്തൊരാൾ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിക്കുകയും സ്വഹാബത്ത് ഒരു കൈപ്പിടി ഇത്ര, ഒരു കൈക്കുള്ളിൽ കൊള്ളുന്നത്ര, അത് സ്വർണം തന്നെ ആവണമെന്നില്ല, കാരക്കയോ അരിയോ എന്തെങ്കിലും, സ്വഹാബത്ത് ഈ കൈക്കുള്ളിൽ ചെലവഴിക്കുന്ന അത്ര പ്രതിഫലം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒരു ഉഹുദ് മലന്റെ അത്ര സ്വർണം ചെലവഴിച്ചാൽ നിങ്ങൾക്ക് കിട്ടൂല. അത് സ്വഹാബത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. സ്വഹാബത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട്, അത് വളരെ ചുരുക്കമാണ്, സമയം ഒരുപാടായിട്ടുണ്ട്. അള്ളാഹുവിനെ പറ്റി എന്താ പറയാ, അള്ളാഹു ഏഴാം ആകാശം ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു പറയുമ്പോൾ അതിങ്ങനെ എപ്പോഴും ഇറങ്ങി എന്താ പറയാ, ഇവിടെ മൂന്നിലൊന്നാകുമ്പോൾ അവിടെ വേറെ രാജ്യത്ത് മൂന്നിലൊന്നാകൂലല്ലോ, അപ്പൊ എപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കേണ്ട എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ എന്താ, അതൊക്കെ മണ്ടൻ ചോദ്യങ്ങളാണ്. അള്ളാഹുവിന് സൃഷ്ടികളുമായിട്ട് യാതൊരു സാദൃശ്യമില്ല. നമ്മളിപ്പോൾ ഓതുന്ന ആയത്താണ് എന്ത്, വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവനെ പോലെ ഒന്നുമില്ല, ഒരാളുമില്ല. അപ്പൊ അള്ളാഹു ഇറങ്ങുന്നു പറയുമ്പോൾ വേറെ ഏതെങ്കിലും ഒരാൾ ഇറങ്ങുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല. പക്ഷെ അള്ളാഹു ഇറങ്ങുന്നു വിശ്വസിക്കണം, നമുക്ക് നിർബന്ധമാണ്. കാരണം അള്ളാഹു ഇറങ്ങുന്നു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു കാണും, അള്ളാഹു കേൾക്കും, അള്ളാഹു കോപിക്കും, അള്ളാഹു തൃപ്തിപ്പെടും, ഇഷ്ടപ്പെടും, അള്ളാഹു സ്നേഹിക്കും. ഇതൊക്കെ ഖുർആനിലും ഹദീസുകളും വന്നിട്ടുള്ള വിഷയം. അത് നമ്മൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യണം, വിശ്വസിക്കൽ നിർബന്ധമാണ്. അങ്ങനെ തന്നെ വിശ്വസിക്കൽ നിർബന്ധമാണ്. അവസാനമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം ഇൻഷാ അല്ലാഹ്. അവസാനമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതെന്താന്ന് വെച്ചാലും അത് നമ്മുടെ ജീവിതത്തെ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയം. അതായത് നമ്മൾക്ക് ഒരു വിഷയത്തിൽ ദീനിന്റെ ഒരു ആയത്തോ ഹദീസോ വന്നെത്തി കിട്ടുക, ഇങ്ങനെയാണ് ദീനിന്റെ വിധി. നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വിശ്വാസം വിശ്വസിച്ച് പോകുന്നുണ്ട്. അപ്പൊ നമുക്കൊരാൾ പറഞ്ഞു തരാണ് ആയത്തിൽ ഇങ്ങനെയാണുള്ളത്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു അവിടെ ഒരു എന്ത് ചെയ്യണം, ഒരു തടസ്സം വരിക. അല്ലെങ്കിൽ ഒരു ഹദീസിൽ ഇങ്ങനെയാണ് വിശ്വാസം പഠിപ്പിച്ചത്, അപ്പൊ നമ്മളിങ്ങനെ ഇതുവരെ ചെയ്തത് ഒഴിവാക്കണം, ആ ജോലി ഹറാമാണ്, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. നമുക്കങ്ങനെ ഒരു ആയത്തോ ഹദീസ് നമ്മൾ വന്നെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നിലപാട് എന്തായിരിക്കണം? ആ നിലപാട് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിച്ച് കാണിച്ചു തന്ന വ്യക്തിയാണ് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. നമുക്കൊക്കെ അറിയാം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് എന്നാണ് നമ്മൾ വിളിക്കുക, അല്ലേ? അബൂബക്കർ സിദ്ദീഖ് നമ്മൾ പറയാം. എങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് ആയത്? ആ ചരിത്രം വല്ലാത്തൊരു ചരിത്രം. ആ ചരിത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം സ്വാധീനിക്കേണ്ട ഒരു ചരിത്രം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾക്ക് വഴികാട്ടിയാവേണ്ട ഒരു ചരിത്രം. എന്താണ് ആ ചരിത്രം? ഇസ്രാ മിഅ്റാജ് എന്നുള്ള സംഭവം. അത് വലിയൊരു സംഭവമാണ്, പിന്നീട് പറയാം. അതിന് ചുരുക്കം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് ഒറ്റ രാത്രി കൊണ്ട്, ഫ്ലൈറ്റും സംവിധാനങ്ങളുള്ള ഇന്ന് പോലും ഒറ്റ രാത്രി കൊണ്ട് പോവാന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ്. പോവുക മാത്രമല്ല, അവിടെ നിന്ന് ഏഴാം ആകാശത്തേക്ക് പോവുകയും എന്നിട്ട് തിരിച്ചെന്ത് ചെയ്തു, സുബഹി ആവുന്നതിന് മുമ്പ് മക്കയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ഇതാണ് ഇതിന്റെ ചുരുക്കം. ഈ സംഭവം ഇന്നത്തെ കാലത്ത് നമുക്ക് ആലോചിക്കും വലിയ പ്രയാസമില്ല. കാരണം കോൺകോട് വിമാനങ്ങളും ജെറ്റും മറ്റു സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ പ്രയാസമില്ല. അന്നത്തെ കാലത്ത് ഈ ദൂരം ഒന്ന് സഞ്ചരിച്ച് അവിടെ എത്തണമെങ്കിൽ തന്നെ 2 മാസം ദൂരം. തിരിച്ചു വരല് പോട്ടെ, ഇവിടെ നിന്ന് സഞ്ചരിച്ച് അവിടെ എത്തണമെങ്കിൽ തന്നെ 2 മാസത്തെ വഴി ദൂരം. ഈ ദൂരം പോയി വന്നു ഒറ്റ രാത്രി കൊണ്ട് എന്ന് പറഞ്ഞപ്പോ മക്ക മുശ്രിക്കീങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടി കാത്തിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ പറഞ്ഞു പരത്താൻ. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അവർക്ക് ആകെ സന്തോഷമായി. അവരെങ്ങനെ ആഹ്ലാദിച്ച് സന്തോഷിച്ച്
ഇതിങ്ങനെ എത്രത്തോളം പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ അത് പ്രചരിപ്പിച്ച് നടക്കാം. അങ്ങനെ പ്രചരിപ്പിച്ച് അങ്ങനെ സന്തോഷിച്ച് അങ്ങനെ ഇവർ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ആരെ കാണുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നത്. അപ്പൊ അബൂബക്കറിനെ കണ്ടപ്പോൾ ഇവർക്ക് സന്തോഷമായി. കാരണം ഈ വിഷയം പറഞ്ഞിട്ടെങ്കിൽ എന്ത് ചെയ്യണം? അബൂബക്കറിനെ മുഹമ്മദിന്റെ ദീനും തെറ്റിക്കണം എന്നുള്ള ഉറച്ച ബോധ്യമായിട്ട് ആ ഒരു പ്രതീക്ഷയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? മക്കാ മുശ്രിക്കുകൾ അബൂബക്കറിന്റെ അടുക്കലേക്ക് എത്തുന്നത്. അബൂബക്കറിന്റെ അടുക്കലേക്ക് എത്തി ഈ വിഷയം പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഈ വിഷയം കേട്ടില്ല, ഞാനിവിടെ വേറൊരു സ്ഥലത്തുണ്ടായിരുന്നു, അതേ മക്കയിലേക്ക് വന്നുകൊണ്ടിരിക്കാം, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്ന ചോദ്യത്തരേ ഉള്ളൂ, മുഹമ്മദ് ഇത് പറഞ്ഞിട്ടുണ്ടോ? ശരിക്കും ശ്രദ്ധിക്കണേ, നമ്മുടെ നിലപാടാണ് അദ്ദേഹം അവിടെ ജീവിച്ച് കാണിക്കുന്നത്. മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അവർ തറപ്പിച്ച് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. വേറെ ഇടയിൽ രണ്ടാമതൊരു വർത്താനില്ല. അതാണ് പറഞ്ഞു, സമയന വാത്താന, കേട്ടു അനുസരിച്ചു. ഇതാണ് ഒരു മുഅ്മിനിന്റെ നിലപാട്. നമ്മുടെ ജീവിതത്തിന്റെ വിഷയത്തിൽ ഒരു ആയത്ത് വരുമ്പോ ഇങ്ങനെയാണ് ആ നിലപാട്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊരു ആയത്തിൽ അള്ളാഹു നമ്മൾക്ക് മുന്നിൽ അത് ഇട്ട് തരുമ്പോ, അറിയിച്ചു തരുമ്പോ, അല്ലെങ്കിൽ ഹദീസിലൂടെ നമ്മൾക്ക് ആ വിഷയം എത്തിച്ചേരുമ്പോ നമ്മൾ പിന്നെ അമാന്തിച്ച് നിൽക്കരുത്. നാട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ സയൻസ് അതിനെതിരാണല്ലോ, അല്ലെങ്കിൽ ഇത് ബുദ്ധിക്ക് യോജിക്കോ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒരു മുഅ്മിൻ ഉണ്ടാവരുത്. മുഅ്മിനാണെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ആയത്തിൽ അങ്ങനെ ഉണ്ടോ, ശരിക്കും അങ്ങനെ ഉണ്ടോ, എത്രാമത്തെ സൂറത്തിൽ ഏത് ആയത്തിലാണ് ഉള്ളത് പരിശോധിക്കും. ആ ആയത്തിന്റെ ആശയം പണ്ഡിതന്മാർ എങ്ങനെ വിശദീകരിച്ചു അത് പരിശോധിക്കും. ഹദീസ് എങ്ങനെയാണ്, അത് ശരിക്കും സ്വഹീഹായ ഹദീസാണോ, പണ്ഡിതന്മാർ ഇതിനെങ്ങനെ തന്നെയാണ് വിശദീകരിച്ചു, അത് പരിശോധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വേറെ വർത്താനില്ല. പിന്നെ അത് അവന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കും. സമയന വാത്താന. ഇങ്ങനെ ആകാൻ നമ്മൾക്ക് സാധിക്കണം എല്ലാ മേഖലകളിലും. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ എന്താവുക? ശരിയായ ഈമാനുള്ള ഒരാളായി തീരാം. ശരിയായ ഈമാനുള്ള ഒരാളായി തീരുക. നമ്മുടെ ഈമാൻ പരിപൂർണമാവുന്ന അപ്പോഴാണ്. സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവികൾ ഈ ആളുകൾക്കാണ്. ഈ ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾക്ക് വേറെ എന്ത് ക്വാളിറ്റി ഉണ്ടായിട്ടും അവർ സ്വർഗത്തിന്റെ മുകളിലേക്ക് എത്താൻ സാധിക്കില്ല. ഈ ക്വാളിറ്റി ഏറ്റവും അടിസ്ഥാനപരമായ ക്വാളിറ്റിയാണ്. കേട്ടു അനുസരിച്ചു എന്നുള്ള ക്വാളിറ്റി. അത് വേറെ ആരുടെ മുന്നിലും വേണ്ട. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ അള്ളാഹ്ക്കും അവന്റെ റസൂലിന് മുന്നിൽ മാത്രം. വേറെ ആരുടെ മുന്നിലും ആ തരത്തിൽ എല്ലാം അനുസരിക്കാൻ അവന് ബാധ്യസ്ഥനല്ല. മാതാപിതാക്കളുടെ അടുത്ത് പോലും മാതാപിതാക്കളോട് വലിയ കടപ്പാടുണ്ട്. പക്ഷെ അള്ളാഹും റസൂലും പറഞ്ഞതിനെതിരായ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനനുസരിക്കാൻ പാടില്ല, ആരായിക്കോട്ടെ. അപ്പൊ നമുക്ക് ഈ ഒരു ബാധ്യത, റബ്ബിനോടുള്ള ബാധ്യത, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യത നമ്മൾ പാലിക്കുന്നവരാണെങ്കിൽ ഏറ്റവും വലിയ ഉയരങ്ങൾ നമുക്ക് സ്വർഗത്തിൽ കരസ്ഥമാക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് മുഴുവനായിട്ടും പെട്ടുപോവാതിരിക്കാൻ, കാലാകാലം പെട്ടുപോവാതിരിക്കാനുള്ള കാര്യങ്ങൾ ഏറ്റവും ആദ്യം പറഞ്ഞു. നമ്മുടെ നരകത്തിന് എന്ത് ചെയ്യാ? സലാമത്താക്കുക. ഒന്നാമത്തെ കാര്യം പറഞ്ഞാലാ. പിന്നെ പറഞ്ഞത് എന്താ പറയാ, ഏറ്റവും മോശപ്പെട്ട ആളുകൾ, മുസ്ലിമീങ്ങൾ തന്നെ ഏറ്റവും വൃത്തികെട്ട, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടി ഓടിക്കുന്ന വെള്ളം, ഒരു എന്താ പറയാ, ഒരു ഇറ്റ് വെള്ളം, ഹൗദിന്റെ വെള്ളം പോലും കൊടുക്കാതെ ആട്ടി ഓടിക്കുന്ന, ഒരു തരത്തിലുള്ള റഹ്മത്തും അർഹിക്കാത്ത ആളുകൾ, ബിദഅത്തിന്റെ ആളുകൾ. മൂന്നാമത്തെ പറഞ്ഞത് നമുക്ക് ഏറ്റവും വലിയ പദവികളിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്ന അടിസ്ഥാനപരമായി നമ്മളിൽ വേണ്ട ഗുണം. ഇത് മൂന്ന് നമ്മൾ മുറുകെ പിടിച്ചാൽ നമ്മൾ നരകത്തിൽ പ്രവേശിക്കൂല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിന്റെ അനിഷ്ടം കരസ്ഥമാക്കുന്ന, അതൃപ്തി നേടുന്ന ആളുകൾ നമ്മൾ പെടൂല. അതുപോലെ തന്നെ സ്വർഗത്തിൽ വലിയ പദവികൾ നമുക്ക് ഉൾപ്പെടാനും സാധിക്കും. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ആകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? അങ്ങനെ നമ്മൾ ആക്കി തീർക്കാൻ നമ്മളെപ്പോഴും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ആ രൂപത്തിൽ ആക്കി തീർക്കുകയും നമ്മളിവിടെ ഒരുമിച്ച് ചേർത്ത പോലെ നമ്മൾ ഓരോരുത്തരെയും ജന്നാത്തുൽ ഫിർദൗസ് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുമിച്ച് ചേർക്കുകയും ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.